السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയുമൊക്കെ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ആയുസ്സിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബജീവിതത്തിലെല്ലാം അല്ലാഹു തആല ബറക്കത്ത് ധാരാളമായി ചൊരിയുമാറാവട്ടെ. ഇത്തരം ദീനിയായ വൈജ്ഞാനികമായ വേദികളിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള അവൻ്റെ ഫളലും നിഅമത്തുമെല്ലാം വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളും മറ്റുമായ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാഗതത്തിൽ സൂചിപ്പിക്കപ്പെട്ട പോലെ നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായി കൊണ്ടുവരാനാണ് ഇന്നത്തെ പ്രോഗ്രാം. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒന്നാമതായി എനിക്ക് വേണ്ടിയാണ്, ശേഷം ഇത് കേൾക്കുന്ന ഏതെല്ലാം മനുഷ്യന്മാരുണ്ടോ അവർക്കെല്ലാം വേണ്ടിയാണ്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ച ഒരു ജിഹാദ്, ആ ജിഹാദിൻ്റെ ഭാഗമായാണ് ഈ സംസാരമടക്കം നാം നിർവഹിക്കുന്നത്. അങ്ങനെ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇമാം മുസ്ലിം മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാ മിൻ നബിയ്യിൻ ബഅസഹു അല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി, എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ഏത് ഉമ്മത്തിലേക്കും അല്ലാഹു തആല ഏതു നബിയെയും നിയോഗിക്കുമ്പോഴും ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂൻ വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയതഅബ്ബദൂന ബിഅംരിഹി. ലോകത്തെ ഏത് പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുമ്പോഴും ആ പ്രവാചകന്മാരുടെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ഹവാരിയൂൻ, ചില ഹവാരികളായ ആ നബിയെ സഹായിക്കുവാനും
ആ നബിയെ സപ്പോർട്ട് ചെയ്യുവാനും വേണ്ടി രംഗത്തിറങ്ങിയ ചില സംഘങ്ങൾ എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുണ്ട്. വസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി, ആ അമ്പിയാക്കളുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്ന ചില അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. വയതഅബ്ബദൂന ബിഅംരിഹി, ആ നബിയുടെ കൽപ്പന പ്രകാരം ഇബാദത്തുകൾ നിർവഹിക്കുന്ന അനുയായികൾ എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ثم إنها يخلف من بعدهم خلوف, അതിനുശേഷം ثم إنها تخلف من بعدهم خلوف, പിന്നീട് കാലക്രമേണ തലമുറകൾ മാറി മാറി വരുമ്പോൾ ചില പിന്മുറക്കാർ ആ നബിമാർക്കെല്ലാം വന്നിട്ടുമുണ്ട്. എല്ലാ അമ്പിയാക്കളും വരുമ്പോൾ ആ നബിയെ സപ്പോർട്ട് ചെയ്യാൻ, ആ നബിയുടെ സുന്നത്തുകളെ നടപ്പാക്കുവാൻ, അത് മുറുകെ പിടിക്കുവാൻ, ആ നബിയുടെ കൽപ്പന പ്രകാരം ഇബാദത്തുകൾ ചെയ്യാൻ തയ്യാറുള്ള അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലമുറകൾ മാറി വരുമ്പോൾ ചില പിന്മുറക്കാർ വരും. ആ പിന്മുറക്കാരുടെ പ്രത്യേകത, അവർ യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്ത കാര്യമാണ് പറയുക, അവകാശപ്പെടുക. യഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടാത്ത കാര്യമാണ് പ്രവർത്തിക്കുക. എന്താണോ ആ നബി പഠിപ്പിച്ചത് അതല്ല അവർ ചെയ്യുക. എന്താണോ ചെയ്യുന്നത് അതല്ല അവർ പറയുക. അവകാശവാദം വലിയതായിരിക്കും. ഞങ്ങൾ ആ നബിയുടെ അനുയായികളാണ്, ആ നബിയുടെ പിന്മുറക്കാരാണ്, പാരമ്പര്യമുള്ളവരാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കും. പക്ഷേ അതിനു പറ്റിയ പണിയൊന്നുമല്ല അവിടെ പക്കൽ ഉണ്ടാവുക. അത്തരമൊരവസ്ഥ ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളുടെയും ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അഥവാ ഈ ഉമ്മത്തിലും ഉണ്ടാകുമെന്ന സൂചന. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമ്പോൾ, എൻ്റെ ഉമ്മത്തും അങ്ങനെ വഴിമാറിപ്പോകുമ്പോൾ, കൽപ്പിക്കാത്ത കാര്യം പ്രവർത്തികമാക്കുകയും ചെയ്യാത്ത കാര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ഉമ്മത്തിൻ്റെ പിന്മുറക്കാർ മെല്ലെ മെല്ലെ വഴിമാറിപ്പോകുന്ന സാഹചര്യം വരുമ്പോൾ, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അന്ന് ആരാണോ അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നത് അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, ആരാണോ അന്ന് നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നത് അവനും മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ഖൽബ് കൊണ്ട്, മനസ്സുകൊണ്ട് ആരാണോ ജിഹാദ് ചെയ്യുന്നത് അവനും മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാൻ ഹബ്ബത്തു ഖർദൽ, ഈ മൂന്നാൽ ഒരു ജിഹാദ് ചെയ്യുന്നില്ല എങ്കിൽ അവന് കടുകുമണിയോളം ഈമാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത മറ്റ് ഒട്ടനവധി മുഹദ്ദിസുകൾ വ്യത്യസ്തമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സംസാരമടക്കം, ഈ പ്രോഗ്രാം അടക്കം, ഇതിനു വേണ്ടി നോട്ടീസ് ഒട്ടിച്ചതും ഇതിനു വേണ്ടി പണിയെടുത്തതും ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതുമെല്ലാം ഈ പറയപ്പെട്ട ഒരു ജിഹാദായി മാറണമെന്നാണ് ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിൻ്റെയും സാഹചര്യം നബി തങ്ങൾ ഈ പഠിപ്പിച്ച അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേവലം സുന്നി മുജാഹിദ് തർക്കങ്ങൾക്കപ്പുറത്ത്, പാർട്ടി താല്പര്യങ്ങൾക്കപ്പുറത്ത് വസ്തുനിഷ്ഠമായി നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നബി തങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞ അതേ സാഹചര്യമാണ് ഇന്ന് ഈ ഉമ്മത്തിലുള്ളത്. നബി തങ്ങൾ രണ്ടു കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, യഖൂലൂന മാ ലാ യഫ്അലൂൻ, ചെയ്യാത്ത കാര്യം അവർ അവകാശപ്പെടും, പറഞ്ഞു നടക്കും. വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, ചെയ്യാൻ കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യും. ദീനിൻ്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ പലതും നബി തങ്ങൾ പഠിപ്പിച്ചതായിരിക്കില്ല, അല്ലാഹു തആല കൽപ്പിച്ചതായിരിക്കില്ല, വിശുദ്ധ ഖുർആനിലോ പ്രവാചക അധ്യാപനങ്ങളിലോ സ്ഥിരപ്പെട്ടതായിരിക്കില്ല എന്ന അവകാശവാദമോ, ഞങ്ങൾ നബിയുടെ ആളുകളാണ്, ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ്, ഞങ്ങളാണ് ശരിയായ മുസ്ലിമീങ്ങൾ, ഞങ്ങളാണ് ശരിയായ അഹ്ലുസുന്ന എന്നൊക്കെയാണ് നമ്മളെല്ലാവരും അവകാശപ്പെടുക. പക്ഷേ ചെയ്തി അങ്ങനെയൊന്നും ആയിരിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളുടെയും അനുയായികൾ പിൽക്കാലത്ത്
വഴിമാറിപ്പോയിട്ടുണ്ട്. ഈ ഉമ്മത്തും വഴിമാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അത് നമ്മളെ ഏൽപ്പിച്ച പണിയാണ്. കഴിയുമെങ്കിൽ കൈകൊണ്ട് അവർക്കെതിരെ ജിഹാദ് ചെയ്യുക, തടയാൻ പറ്റുന്നിടത്ത് തടയുക എന്നർത്ഥം. അല്ലെങ്കിൽ നാവ് കൊണ്ട് പറയാൻ കഴിയുന്നിടത്ത് പറയുക, അത് ശരിയല്ല, ഇത് ചെയ്യാൻ പാടില്ല, അതങ്ങനെയല്ല, ഇതല്ല ഹദീസിലുള്ളത്, അങ്ങനെയല്ല സുന്നത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനും കഴിയില്ലെങ്കിൽ ഫമൻ ജാഹദഹും ബിഖൽബിഹി, ഖൽബ് കൊണ്ടെങ്കിലുമുള്ള ജിഹാദ്. മനസ്സുകൊണ്ട് ഒരു പ്രയാസം, റബ്ബേ ഈ ഉമ്മത്ത് ഇങ്ങനെ ആയല്ലോ, നബി തങ്ങൾ ഇത്ര കൃത്യമായി പഠിപ്പിച്ചു പോയിട്ടും ഈ ഉമ്മത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന ആ ഒരു മനസ്സിൻ്റെ വേദന, അതിൽ നിന്ന് മാറി വരാനുള്ള പ്രാർത്ഥന, മനസ്സുകൊണ്ടുള്ള ജിഹാദ് അതെങ്കിലും ചെയ്യുക. അത് മൂന്നുമില്ലെങ്കിൽ, കൈ കൊണ്ടുമില്ല, നാവ് കൊണ്ടുമില്ല, ഖൽബ് കൊണ്ടുമില്ല എങ്കിൽ വലൈസ വറാഅ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, അതിനപ്പുറം ഒരു കടുകുമണിയോളം ഈമാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങൾ, ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ, മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന ദീനാണ് എന്ന പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ചർച്ച. ദീനിൻ്റെ പേരിൽ ചെയ്യുന്ന, കൂലി കിട്ടാൻ വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി, നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്ന മട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ 1000 കാര്യം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. 1000 കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന, ദീനിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 1000 കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളിൽ ഏതൊക്കെയാ നബി തങ്ങൾ പഠിപ്പിച്ചത്, ഏതൊക്കെയാ അല്ലാഹു തആല പഠിപ്പിച്ചത്, ഏതാ ഖുർആനിലുള്ളത്, ഏതാ ഹദീസിലുള്ളത് എന്ന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക. യാതൊരു വൈരാഗ്യത്തിന് വേണ്ടിയുമല്ല, പാർട്ടി താല്പര്യമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാനും പരിഹസിക്കാനും, അയാൾ പഴിച്ചുപോയി, ഇയാൾ പഴിച്ചുപോയി, ഓ മുസ്ലിക്കാണ്, ഇവൻ കാഫിറാണ്, ഓ വഹാബിയാണ്, പുത്തംവാദിയാണ് എന്ന് പറയാനല്ല. അതിനപ്പുറത്ത് നമ്മുടെ സ്വർഗം മുമ്പിൽ കണ്ടുകൊണ്ട്, നരകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ പരലോകത്തിന് വേണ്ടി മാത്രം ഇന്ന് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് വസ്തുനിഷ്ഠമായി, നിഷ്പക്ഷമായി പരിശോധനാ വിധേയമാക്കുക. ഉറപ്പിച്ചു പറയാൻ കഴിയും, 90% കാര്യങ്ങളും അല്ലാഹു റസൂലോ പഠിപ്പിക്കാത്ത കാര്യങ്ങളായിരിക്കും. ഒരു 10% അല്ലെങ്കിൽ 15% ഉണ്ടാവാം ഒരുപക്ഷെ നബി തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹു തആല നമ്മെ വഹയിലൂടെ അറിയിച്ച കാര്യങ്ങൾ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ മാറ്റമല്ല. നബി തങ്ങളുടെ കാലശേഷം കുറച്ച് അധികം കാലം ജീവിച്ച സ്വഹാബിയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. നബിയുടെ കൂടെ ജീവിച്ചു, നബിയുടെ ശേഷം കുറച്ചധികം കാലം ജീവിക്കാൻ അവസരം കിട്ടിയ സ്വഹാബിയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം എൻ്റെ ഭർത്താവ് അബൂദർദാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ ദഖല അലയ്യ അബൂദർദാ മുഗാളിബാ, നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് വല്ലാത്ത ദേഷ്യത്തിലാണ്, ഭയങ്കര കോപം പിടിച്ചുകൊണ്ടാണ് വരുന്നത്. വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മാരി അറാക മുഗാളിബ, എന്തേ നിങ്ങൾ ഇങ്ങനെ ചൂടാകുന്നത്, എന്തു പറ്റി? പള്ളിക്ക് നിസ്കരിക്കാൻ പോയ മനുഷ്യനാണ്, പക്ഷെ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ചൂട്, ഭയങ്കര ദേഷ്യം, എന്തു പറ്റി നിങ്ങൾക്ക്, എന്താ നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെടുന്നത്? അദ്ദേഹം ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ ജീവിച്ച കാലത്ത് നബി തങ്ങൾ പഠിപ്പിച്ച ദീന്, നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നുമല്ല ഇന്ന് നടക്കുന്നത്. എല്ലാം മാറ്റം വന്നിരിക്കുന്നു, എല്ലാത്തിനും തകരാറ് പറ്റിയിരിക്കുന്നു. അന്നുള്ള ഒന്നും അതേ രൂപത്തിൽ ഞാൻ കാണുന്നില്ല. ഇല്ലാ ഹാദിഹി സ്വലാ, ഈ നിസ്കാരമല്ലാതെ, നിസ്കാരം മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. അല്ലാത്തതെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചില പോരായ്മകൾ വന്നു തുടങ്ങി. വഹാദിഹി സ്വലാ ഖദ് ളുയ്യിഅത്, ആ നിസ്കാരം തന്നെയും ഇതാ പാഴായി തുടങ്ങിയിരിക്കുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ ഞാൻ ദേഷ്യപ്പെടാതിരിക്കുന്ന? ഇത് സ്വഹാബി പറഞ്ഞ വാക്കാണ്. നബി തങ്ങളെ വഫാത്ത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു സ്വഹാബിയുടെ മനസ്സിൻ്റെ വേദനയാണ് നമ്മളതിലൂടെ കണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു നബിയുടെ ശേഷം നബിയുടെ കൂടെ 10 കൊല്ലം സേവനം ചെയ്ത ആളാണ്. 10 കൊല്ലം നബിയോടൊപ്പം ജീവിച്ചു, രാവും പകലും എന്ന മട്ടിൽ നബിയുടെ ഖാദിമായി 10 കൊല്ലം ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു
നബിയുടെ കാലശേഷം അദ്ദേഹം ഏകദേശം 10-75-80 കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം 100 വയസ്സോട് അടുത്ത കാലത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. അന്ന് അദ്ദേഹത്തിന് അവസാന കാലത്ത് അന്നുള്ള ഒറ്റപ്പെട്ട സ്വഹാബിമാർ, ബാക്കി താബിഈകൾ, അവർ അദ്ദേഹത്തോട് ഒരു സാങ്കല്പിക ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നബിയുടെ കൂടെ ജീവിച്ച ആളാണല്ലോ, നബിയുടെയും 4 ഖലീഫമാരുടെയും പിറകിൽ മഅ്മൂമായി നിസ്കരിച്ച ആളാണ് അനസ് ഇബ്നു മാലിക്. അദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങൾ നബിയുടെ കൂടെ ജീവിച്ച ആളാണല്ലോ, ഇന്നെങ്ങാനും നബിതങ്ങൾ നമ്മളിടേക്ക് വന്നാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നബിക്ക് പരിചയമില്ലാത്തതുണ്ടാകുമോ, നബി നമ്മളെ എതിർക്കുന്ന കാര്യമുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. നബി വന്നാൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഹൽ യുൻകിറു ശൈആ, വല്ലതും നബിതങ്ങൾ എതിർക്കുമോ? ഞാനിങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെയല്ല ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന വല്ല കാര്യങ്ങളെയും നബിതങ്ങൾ എതിർക്കുമോ? അദ്ദേഹം തിരിച്ചു ചോദ്യം ചോദിച്ചു, ഹൽ യഅരിഫു മിന്നാ ശൈആ, നമ്മൾ ചെയ്യുന്ന വല്ലതും നബിക്കിന്ന് പരിചയമുണ്ടാകുമോ? ചോദ്യം എന്താ? പരിചയമില്ലാത്ത വല്ലതും ഉണ്ടാകുമെന്നാ അദ്ദേഹം ചോദിച്ചത്. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഏതാ നബിക്ക് പരിചയം ഉണ്ടാകുക? എല്ലാം കോലം മാറിയില്ലേ? അക്കാലത്ത് ചോദിച്ച ചോദ്യമാണത്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ പണ്ഡിതന്മാർ ഈ കാര്യത്തെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വഴിമാറി സഞ്ചരിക്കുന്നിടത്തെല്ലാം അവർ ഇടപെട്ടിട്ടുണ്ട്. എവിടെയെല്ലാം ഉമ്മത്ത് വഴിമാറുന്നുവോ അവിടെയെല്ലാം അന്നത്തെ പണ്ഡിതന്മാർ ഇടപെടുകയും ഇത് ശരിയല്ല എന്ന് പ്രസംഗം കൊണ്ടോ അതല്ലെങ്കിൽ എഴുത്തുകൊണ്ടോ രചന കൊണ്ടോ ഉപദേശം കൊണ്ടോ ഒക്കെയായി ഇടപെടാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. 114 പിന്നിട്ട ഒരു ഉമ്മത്താണ് നമ്മൾ. 40, 42, 44 തലമുറകൾ പിന്നിട്ടിട്ടാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 1400 കൊല്ലം കഴിഞ്ഞ് നബി ഞങ്ങൾ വന്നു പോയിട്ട് ഈ 1400 കൊല്ലങ്ങൾക്കിടയിൽ ധാരാളം കാര്യങ്ങൾ അപജയങ്ങൾ വന്നു. എല്ലാം മാറി 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 വന്ന് ശരിയായ ദീന് ശരിയാവണ്ണം നിലനിൽക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്ത്, നമ്മളടക്കം, സംസാരിക്കുന്ന ഞാനടക്കം, കേൾക്കുന്ന നിങ്ങളടക്കം എല്ലാവരുടെയും വിശ്വാസ കാര്യങ്ങളിൽ, ആചാരങ്ങളിൽ എല്ലാം ആ മാറ്റങ്ങൾ ഇന്ന് വ്യാപകമാണ്. ഞാൻ വിചാരിക്കും എനിക്കെല്ലാം തികഞ്ഞതാ, നമ്മൾ വിചാരിക്കും നമ്മളിതൊക്കെ ക്ലിയറാ, മറ്റോനാ പിഴച്ചത്. ആ പിഴവിൻ്റെ ഏറ്റ വ്യത്യാസമുണ്ടാകുമെന്നല്ലാതെ എല്ലാവരുടെയും വിശ്വാസാചാര കർമ്മ മേഖലകളിൽ ഒരുപാട് അപജയങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അത് എല്ലാ കാലത്തുമുണ്ട്, ഈ കാലത്ത് പ്രത്യേകിച്ചുമുണ്ട്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. എല്ലാ അമ്പിയാക്കളെയും ഉമ്മത്തിന് അത് സംഭവിച്ചിട്ടുണ്ട്. തലമുറകൾ മാറി വരുമ്പോൾ തലമുറകൾ വരും, പിന്മുറക്കാർ വരും, അന്നവർ വഴിമാറി സഞ്ചരിക്കുമെന്നാണല്ലോ നാം നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ പഠിപ്പിച്ചത്. അതുകൊണ്ടൊരു ആത്മപരിശോധന, എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ സംസ്കാരങ്ങൾ, എൻ്റെ നിലപാടുകൾ അതൊക്കെ അല്ലാഹും റസൂലും പഠിപ്പിച്ച ആ രീതിയിൽ തന്നെയാണോ, അതല്ല മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മളെല്ലാം നമുക്ക് വേണ്ടി നിർവഹിക്കേണ്ടതുണ്ട്. ആരും മറ്റാർക്കും വേണ്ടി നോക്കണ്ട. ഓൻ പഴിച്ചു എന്ന് വേണ്ട, ഞാൻ പഴിച്ചോ ഇല്ലേ നോക്ക്. എൻ്റെ നിലപാടെന്താണ്, എൻ്റെ രീതി എന്താണ്, എൻ്റെ വിശ്വാസം എന്താണ്? ചൊല്ലിപ്പറഞ്ഞു പോകുമ്പോൾ, പറഞ്ഞു കേട്ട് പോകുമ്പോൾ ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ വസ്തുനിഷ്ഠമായി ആത്മാർത്ഥമായി പരിശോധിച്ചാൽ പലപ്പോഴും ശരിയല്ല എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അത് ഏത് രംഗത്തും, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സകാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഉംറയാകട്ടെ, ദിക്റുകളും ദുആകളും തസ്ബീഹും സ്വലാത്തുകളുമാകട്ടെ, വിശ്വാസ കാര്യമാകട്ടെ, പ്രമാണങ്ങളുടെ വിഷയമാകട്ടെ, എല്ലാ രംഗത്തും ആ വലിയ അപജയം ഇന്ന് മുസ്ലിം ഉമ്മത്തിന് വ്യാപകമായി സംഭവിച്ചു പോന്നിട്ടുണ്ട്. അതൊരു ആത്മപരിശോധന. ഏറ്റവും വലിയ വിശ്വാസം എന്താ? അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസമാണല്ലോ. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി എത്ര പേർക്ക് നമുക്ക് പറയാൻ കഴിയും പടച്ച റബ്ബിനെ പറ്റി പരിപൂർണമായ സമ്പൂർണമായ ബോധ്യം, ആ വിശ്വാസം എനിക്കുണ്ട് എന്ന് പറയാൻ നമ്മൾ എത്ര പേർക്ക് പറ്റും? നമ്മൾ വിചാരിച്ച എല്ലാ കാര്യം നടക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹിനെയും റസൂലിനൊക്കെ വേണ്ടി വരും. എന്നാൽ അതിലെങ്ങാൻ ചെറിയൊരു പെശക് പറ്റിയാൽ മതി,
അപ്പോഴേക്ക് പടച്ചറബിനെ കുറ്റപ്പെടുത്തി അള്ളാനെ തള്ളിക്കളഞ്ഞ്, എന്താ പഠിച്ചോൻ ഇങ്ങനെ, എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എന്താ റബ്ബിനോട് ഇങ്ങനെ എന്ന് അള്ളാനെ പറ്റി മോശം വിചാരിക്കുന്ന, അത് നാവ് കൊണ്ട് പറയുന്ന, പലപ്പോഴും അള്ളാനെ ശപിക്കുന്ന, പഴിക്കുന്ന സംസാരങ്ങൾ പോലും നിർവഹിക്കുന്നവരല്ലേ നമ്മിൽ പല ആളുകളും. എന്തേ കാര്യം? അള്ളാനെ മനസ്സിലായിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി എന്ന വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഒന്ന് യഹൂദി നസാറാക്കളുമായി ബന്ധപ്പെട്ട് അല്ലാഹ് പറഞ്ഞ പ്രയോഗമാണ്, മറ്റൊന്ന് മക്കത്തെ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അവർ അള്ളാഹനെ മനസ്സിലാക്കിയിട്ടില്ല. ഹഖ്ക ഖദ്രിഹി, മനസ്സിലാക്കേണ്ട ക്രമപ്രകാരം, കണക്കാക്കേണ്ട ക്രമപ്രകാരം പടച്ചോനെ കണക്കാക്കിയിട്ടില്ല. അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലമാണ് രോഗിയായി കഴിഞ്ഞത്. 14 കൊല്ലക്കാലം ശരീരമാസകലം ബാധിച്ച മാരകമായ രോഗം മാത്രമല്ല, സന്താനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഭാര്യമാർ അദ്ദേഹത്തെ ഒഴിവാക്കിപ്പോയി. ഒരു ഭാര്യ മാത്രം ബാക്കിയായി. സമ്പത്ത് മുഴുവൻ തകർന്നു തരിപ്പണമായി. സൗന്ദര്യം നഷ്ടപ്പെട്ടു. ശരീരമാസകലം വല്ലാത്ത മാരകമായ രോഗം ബാധിച്ചു. ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നും പറ്റാത്ത സാഹചര്യമായി. ഒരു ഭാര്യ മാത്രം കൂടെ നിന്നു. ആ ഭാര്യ ഭർത്താവിനെയും ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നുവെന്നാണ്. ഏതെങ്കിലും വീട്ടിൽ പോയി പണി ചോദിക്കും. അങ്ങനെ ആ വീട്ടിൽ വല്ല വീട്ടുവേലയും ചെയ്ത് അവിടുന്ന് കിട്ടുന്ന വല്ല ഭക്ഷണവുമായി വരും. അത് ഭർത്താവിന് തിന്നാൻ കൊടുക്കും. ഏതെങ്കിലും സ്ഥലത്ത് കുറ്റിക്കാട്ട് കൊണ്ടുപോയിട്ട് ഭർത്താവിനെ കിടത്തുന്നതാണ്. ആ ഭർത്താവിന് തോളിട്ട് ചെന്നാൽ അവിടെ പണി കിട്ടൂല. ഇങ്ങനത്തെ ഒരു മാരകമായ രോഗമുള്ള ഒരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആരും അടുപ്പിക്കൂല. അവിടെ ഭർത്താവിനെ എവിടെയും കിടത്തി അടുത്ത വീടുകളിൽ ചെന്ന് ജോലി ചെയ്ത് കിട്ടുന്ന ഭക്ഷണവുമായി തിരിച്ചു വന്ന് ഭർത്താവിന് തിന്നാൻ കൊടുക്കുന്ന ഒരു ഭാര്യ, നബിയുടെ ഭാര്യ. ആ നബിക്കന്ന് വഹ്യുണ്ട്, ആ നബിക്കന്ന് മുഅ്ജിസത്തുണ്ട്. ആ നബി എന്ന് ജിബീലുമായി കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവസാനം നാട്ടുകാരൊക്കെ അറിഞ്ഞു ഈ ജോലിക്ക് വരുന്ന പെണ്ണിൻ്റെ ഭർത്താവ് മാറാരോഗിയാണ്, അതുകൊണ്ട് ഓളെ വീട്ടിൽ കയറ്റാൻ പറ്റൂല. ആ ജോലിയിൽ നിന്ന് പോയി, അതുമില്ലാതായി. 14 കൊല്ലമാണ് അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗാവസ്ഥയിൽ കഴിഞ്ഞു പോയത്. പക്ഷേ എന്തെങ്കിലും ഒരു പൊറുതികേട്, എന്തേ റബ്ബ് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇല്ല, ചിന്തിച്ചിട്ടില്ല. ജിബ്രീൽ വരുമ്പോൾ ഒരു ന്യായമായ ചോദ്യമാണല്ലോ. ജിബ്രീൽ വരുമ്പോൾ എന്താ ജിബ്രീൽ എൻ്റെ കാര്യത്തിൽ പഠിച്ചോ കണ്ടത്? ഇല്ല, ചോദിച്ചിട്ടില്ല. ഒരു ആവലാതി പോലും. അന്നും വഹി കിട്ടുന്നുണ്ട്, അന്നും മുഅ്ജിസത്തുണ്ട്, എന്നിട്ട് പോലും എന്തെങ്കിലും ഒരു ആവലാതി പറഞ്ഞില്ല. അല്ലാഹ് നമ്മോട് പറഞ്ഞല്ലോ, അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ് വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ, അയ്യൂബിനെ ഓർക്കണേ. കണ്ടോ, ഖിയാമത്ത് വരെയുള്ള മൊത്തം മുസ്ലിമീങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഓദിപ്പിച്ചു. അയ്യൂബ, അയ്യൂബിനെ ഓർക്കണേ. ഇതിനാദാ റബ്ബഹു, തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. അള്ളാഹിനോട് പറയാനുള്ളത് പറയാ, മറ്റാരോടും പരാതിയില്ല. റബ്ബിനോട് പ്രാർത്ഥിക്കുക. അന്നീ മസ്സനിയൽ ദുർറ്, റബ്ബേ എനിക്കിതാ ദുരിതം ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീനാണല്ലോ, കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ നീയാണല്ലോ റബ്ബേ, എനിക്കിതാ ദുരിതം ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച അയ്യൂബിനെ ഓർക്കണേ എന്ന് അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുക. അവസാനം അല്ലാഹു തആല എല്ലാം മടക്കി കൊടുത്തു. രോഗം മാറി, സമ്പാദ്യം തിരിച്ചു കിട്ടി, വീണ്ടും മക്കളുണ്ടായി, ശരീരം പൂർവസ്ഥയിലേക്ക് മാറി, സൗന്ദര്യം മടക്കി കിട്ടി, എല്ലാം അദ്ദേഹത്തെ തിരിച്ചു കിട്ടി. പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പടച്ച റബ്ബിൻ്റെ ഇടപെടൽ, റബ്ബിൻ്റെ തീരുമാനം. 14 കൊല്ലം രോഗിയായി കിടത്തിയത് എന്തിനാ? അല്ലാഹു തആലക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവാം, അത് നമുക്കറിയില്ല. അള്ളാഹിൻ്റെ പേരിൽപ്പെട്ട പ്രധാനപ്പെട്ട നാമമാണ് അല്ലാഹ് ഹക്കീമാണ്, ഹിക്മത്തുള്ളവനാണ്. പടച്ച റബ്ബ് എന്തു ചെയ്താലും അതിനൊരു ഹിക്മത്തുണ്ട്. ഫഅലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ് അല്ലാഹ്. അല്ലാഹുവിന്റെ ചെയ്തിക്ക് ഉദ്ദേശമുണ്ട്, ഉദ്ദേശമുണ്ടോ നടപ്പാക്കുകയും ചെയ്യും. ഫഅലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ് അല്ലാഹ്. പടച്ച റബ്ബിന്റെ ഉദ്ദേശം ഉണ്ടാവും. എന്താ ഇതിന്റെ പിന്നിലെ രഹസ്യം? അല്ലാഹു അഅലം, നമുക്കറിയില്ല.
ചിലപ്പോൾ വലിയ ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ പരീക്ഷണമാകാം, ചിലപ്പോൾ നിഅമത്താകാം, നമുക്കറിയില്ല. ആ അയ്യൂബ് നബിയെ ഓർക്കണേന്നാ അല്ലാഹ് പറഞ്ഞത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 90-ാമത്തെ വയസ്സിലാ കുട്ടി ഉണ്ടാകുന്നത്. 90 വയസ്സ് വരെ ഒരു കുട്ടി ഉണ്ടായില്ല. എത്ര വിഷമവും എത്ര പ്രയാസവും ഉണ്ടാകും. പക്ഷേ ഒരു ആവലാതി, അള്ളാഹിനെ പറ്റി മോശമായ ചിന്ത ഉണ്ടായിട്ടില്ല. ആ വയസ്സിലും പ്രാർത്ഥിക്കുക, പഠിച്ചോനെ സ്വാലിഹായ സന്താനത്തിന് നൽകണേ. 90-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദരന്മാരെ നമുക്ക് പറ്റുമോ? കല്യാണം കഴിഞ്ഞ് കുട്ടികളൊന്നുമില്ല, ഒരു 85-90 വയസ്സായി വടിയും കുത്തിപ്പിടിച്ച് എല്ലാം പറ്റ ചുക്കിച്ചുളിഞ്ഞ് പ്രായമായിരിക്കുമ്പോൾ നമ്മോട് പറയാം, സാരം ഞങ്ങൾ ദ്വാരക്കി എന്ന് പറയും. ഇനിയിപ്പോൾ എന്താ ദ്വാരക്കാൻ, എന്ത് കഴിഞ്ഞിട്ടാണ്, ഇതൊക്കെ കഴിഞ്ഞു, ഇനി ദ്വാരന്നിട്ട് എന്താണ്? നമുക്കത്ര അള്ളാഹിനെ പറ്റി ബോധ്യമുള്ളൂ. 90-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കുകയാണ് സ്വാലിഹായ സന്താനത്തിന് വേണ്ടി. അന്ന് മലക്കൾ വരാണ് വീട്ടിലേക്ക്, സന്തോഷവാർത്ത അറിയിക്കുകയാണ്. സന്താനമുണ്ടാകാൻ പോകുന്നുവെന്ന സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും ചോദിച്ചു പോയി, അല്ല എന്താ പങ്ങളി പറയണത്? ഞാനിതാ ഇത്രയും കിഴവിയായി മാറി, എൻ്റെ ഭർത്താവിതാ കബീർ, എൻ്റെ ഭർത്താവിതാ വലിയ പ്രായമായ വയസ്സായിരിക്കുന്നു, ഇനി ഞാൻ കുട്ടി ഉണ്ടാവുകയോ? യാ വൈലത്ത അലിദു വഅന അജൂസ് വഹാദാ ബഅലി ശൈഖ, ഈ കിഴവിയായ ഞാനിനി പ്രസവിക്കുകയോ? എൻ്റെ ഭർത്താവിതാ പടുവൃദ്ധനുമാണ്. എന്താണ് നിങ്ങൾ ഈ പറയണത് വെച്ചു? ഇബ്രാഹിം നബിയുടെ വാക്കെന്താ? അള്ളാഹിൻ്റെ റഹ്മത്തിൽ ആരാണ് നിരാശപ്പെടുക? റബ്ബിൻ്റെ റഹ്മത്തിൽ ആരാ നിരാശപ്പെടുക? ഒരു കുട്ടിയുണ്ടായി, ഒന്നല്ല രണ്ടെണ്ണമുണ്ടായി. ഇസ്മായിൽ നബി ഉണ്ടായി. ഇസ്മായിൽ നബിക്ക് പറയും ഇസ്ഹാഖ് നബിയും അല്ലാഹു തആല നൽകി എന്ന് മാത്രമല്ല, അതിനു ശേഷം ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും ആ പരമ്പരയിലാണ് വന്നത്. ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ 1000-ലേറെ അമ്പിയാക്കളാണ് പിന്നീട് നിയോഗിക്കപ്പെട്ടത്. മൂസാ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും യൂനുസ് നബിയും അടക്കം ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള ആയിരക്കണക്കായ അമ്പിയാക്കൾ ആ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് നിയോഗിക്കപ്പെട്ടത്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് പിന്നീട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നത്. എല്ലാ അമ്പിയാക്കളും ഇബ്രാഹിം നബിയുടെ ആ 2 മക്കളുടെ പിന്മുറക്കാരെ ആ സന്താന പരമ്പരയിലാണ് നിയോഗിക്കപ്പെട്ടത്. അതാണ് നമ്മുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചൊരിയണേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും കിട്ടിയ ബറക്കത്ത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ആ ബറക്കത്തിന്റെ ഭാഗമാണ് മുഹമ്മദ് നബിയും. അത്ര വലിയ ബറക്കത്ത് കിട്ടിപ്പോയി. 90 വയസ്സുവരെ കുട്ടിയില്ലാതെ പരീക്ഷിക്കപ്പെട്ട നബിക്ക് കുട്ടി ഉണ്ടായപ്പോഴോ ഒരു കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ സന്താന പരമ്പരയിൽ ആയിരക്കണക്കായ അമ്പിയാക്കൾ നിയോഗിക്കപ്പെട്ടത്. കഅബാലയം പടുത്തുയർത്തി പിന്നീട് ഖിയാമത്ത് വരെ നിൽക്കുന്ന ഒരു ഗേഹമായി മാറി. ലക്ഷക്കണക്കായ മനുഷ്യന്മാർ ലക്ഷ്യം വെക്കുന്ന 24 മണിക്കൂറും നിൽക്കാതെ മുറിഞ്ഞു പോകാതെ തവാഫുകൾ നടക്കുന്ന ഒരു ഗേഹമായി മാറി. വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറയാൻ മാത്രമുള്ള മഹത്വമുള്ള ഭവനം. പടച്ച റബ്ബിനെ മനസ്സിലായാൽ പിന്നെ പ്രശ്നമില്ലാർത്ഥം. നമുക്ക് അല്ലാഹനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് നമ്മൾ നേരെ തിരിഞ്ഞു കുത്തയ്യ. എന്താ പഠിച്ചോണ്ടിങ്ങനെ, എന്താ പല്ലങ്ങനെ, ഞാൻ എത്ര തോരുന്നു, ആരെല്ലാം തോരുന്നു, എന്തെല്ലാം ചെയ്തു, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ അല്ലാഹനെ കുറ്റപ്പെടുത്തി പിന്മാറിപ്പോകുന്നവരാണ് നമ്മിൽ മഹാഭൂരിപക്ഷം ആളുകളും. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, കണക്കാക്കേണ്ട ക്രമപ്രകാരം അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല എന്ന വിശുദ്ധ ഖുർആനിലെ വചനമാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളും ഓർക്കേണ്ടത്. ജീവിതത്തിലെ ഏത് കാര്യം റബ്ബിൻ്റെ ഖലാ ഖദർ പ്രകാരമാണ്, റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. ഞാൻ ഈ സമയത്ത് ഇവിടെ സംസാരിക്കും, നിങ്ങൾക്കവിടെ വന്നിരിക്കുമെന്നത് കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് തീരുമാനിച്ചു വെച്ച കാര്യമാണ്. ഇത് യാദൃശ്ചികമായി ഉണ്ടായതല്ല.
ഞാൻ ഇന്ന് ഈ സമയത്ത് ഇവിടെ സംസാരിക്കുമെന്നത് കോടാന് കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബ് തീരുമാനിച്ച കാര്യമാണ്. അല്ലാഹു അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്നവൻ. എന്താ അറിയാ? ആ ഇൽമിൽ പെട്ടതാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ആ ഇൽമ്, ആ അറിവ് പടച്ച റബ്ബിന് എന്നാ ഉണ്ടായത്? അത് എന്നുമുണ്ട്. ഇൽമില്ലാത്തൊരു ഘട്ടം അല്ലാഹു തആല കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. അല്ലാഹ് അലീമാണ്, എന്നും അലീമാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അല്ലാഹ് അവ്വലാണ്, അല്ലാഹ് ആഖിറാണ്, അല്ലാഹ് ലാഹിറാണ്, അല്ലാഹ് ബാത്തിനാണ്. നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ. റബ്ബേ, നീയാണ് അവ്വൽ, നിനക്ക് മുമ്പ് ഒന്നും തന്നെ ഇല്ല. വഅൻതൽ ആഖിറു വലൈസ ബഅദക ശൈ. നീയാണ് ആഖിർ, നിനക്ക് ശേഷം മറ്റൊന്നുമില്ല. പടച്ച റബ്ബാണ് അവ്വൽ, ആദ്യമേ ഉള്ളവൻ, പണ്ടേ ഉള്ളവൻ, തുടക്കമില്ലാത്തവൻ, അസലിയായിട്ടുള്ളവൻ. ആ പടച്ച റബ്ബിന്റെ എല്ലാ നാമങ്ങളും എല്ലാ വിശേഷണങ്ങളും അവ്വലാണ്. അല്ലാഹ് അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. എന്ന് മുതൽ എല്ലാ കാലത്തും അല്ലാഹ്ക്ക് തുടക്കമില്ല. അതുകൊണ്ട് റബ്ബിന്റെ ഇൽമിനും തുടക്കമില്ല, അല്ലാഹുവിന് ഒടുക്കമില്ല. അതുകൊണ്ട് റബ്ബിന്റെ അറിവിനും ഒടുക്കമില്ല. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുമെന്നുള്ളത് അല്ലാഹു തആലക്ക് എല്ലാ കാലത്തും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സൃഷ്ടിക്കപ്പെടും മുമ്പ്, എൻ്റെ വാപ്പ ജനിക്കും മുമ്പ്, നമ്മളെല്ലാവരും ഉണ്ടാകുന്നതിന് മുമ്പ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ ലോകം തന്നെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല മാത്രമുള്ള കാലഘട്ടമുണ്ടല്ലോ, ആ കാലത്തും അല്ലാഹ് അലീമാണ്. ലോകമില്ലാത്ത, ഒരു പടപ്പുമില്ലാത്ത, പടച്ച റബ്ബ് മാത്രമുള്ള കാലഘട്ടം, ആ കാലത്ത് അല്ലാഹ് അലീമാണോ? അലീമാണ്. എന്താ അല്ലാഹ്ക്ക് അന്നറിയാം? എല്ലാം അറിയാം, എല്ലാം അറിയാം. ഒരു സൃഷ്ടി ഉണ്ടായി വരുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽ വല്ലതും കൂടുന്നുണ്ടോ? ഇല്ല. ഒരു സൃഷ്ടി ഇല്ലാതാകുമ്പോൾ പടച്ചോന് അറിവെന്ന് വല്ലതും കുറയുന്നുണ്ടോ? ഇല്ല. ഞാൻ ജനിച്ചപ്പോൾ അള്ളാഹിന്റെ ഇൽമിൽ എന്തെങ്കിലും വർദ്ധിച്ചോ? ഒന്നുമില്ല. നമ്മൾ മരിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ അറിവിൽ വല്ലതും കുറഞ്ഞു പോയോ? ഒന്നുമില്ല. എങ്കിൽ ലോകമില്ലാത്ത കാലത്ത്, ഒരു സൃഷ്ടിയുമില്ലാത്ത കാലത്ത്, സൃഷ്ടാവ് മാത്രമുള്ള കാലത്ത് അവൻ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. ഞാൻ ഇന്ന് ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലാഹു തആലാക്ക് ഒരു 100,000 കോടി കൊല്ലം മുമ്പ് അറിയുമോ? അറിയും. എന്താ സംശയം? കോടി വർഷം മുമ്പ് അറിയുമോ? എന്നും അറിയാം. പിന്നല്ല തീരുമാനിച്ചു അതൊന്ന് എഴുതി വെക്കണം. അതല്ല രേഖപ്പെടുത്തി വെച്ചു. അത് പിന്നുണ്ടായതാണ്. ഇൽമ് ആദ്യമേ ഉണ്ട്, കിതാബത്ത് എഴുതി വെക്കുക എന്നുള്ളത് പിന്നുണ്ടായതാണ്. അങ്ങനെ എഴുതി വെച്ചു. എന്ത്? ലോകത്തുള്ള എല്ലാം എഴുതി വെച്ചു. ലോകമടക്കം വരാൻ പോണ മൊത്തം കാര്യങ്ങൾ, സംഭവിക്കാൻ പോണ മൊത്തം പ്രവർത്തനങ്ങൾ എല്ലാം അല്ലാഹു തആല രേഖയാക്കി വെച്ചു. ആ രേഖയാക്കി വെച്ചിട്ട് 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആകാശഭൂമിയെ സൃഷ്ടിക്കുന്നത്. രേഖയാക്കി 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആകാശങ്ങളെയും ഭൂമിയും അല്ലാഹു സൃഷ്ടിച്ചത്. അത് 3ാമത്തെ ഘട്ടമാണ്. പിന്നീട് അല്ലാഹു തആല ഓരോന്നോരോന്ന് സൃഷ്ടിച്ചു വന്നു. പിന്നെ ഇന്നല്ല ഉദ്ദേശിച്ചു ഞാനിവിടെ സംസാരിക്കണം, ആ തീരുമാനം നടപ്പാകണമെന്ന് ഉദ്ദേശിച്ചു. മശീഅത്ത്. ഈ സമയമായപ്പോൾ ആ കാര്യം പടച്ച റബ്ബ് എന്നിൽ സൃഷ്ടിച്ചു. 4ാമത്തെ കാര്യം, 1 അല്ലാഹുവിന്റെ അറിവ്, 2 അതിന്റെ കിതാബത്ത് രേഖപ്പെടുത്തി വെക്കല്, 3 അല്ലാഹുവിന്റെ മശീഅത്ത് ഉദ്ദേശിക്കല്, 4 ഖൽഖ് അത് സൃഷ്ടിക്കല്. ഈ 4ഉം പൂർത്തിയാകുമ്പോൾ അത് പ്രവൃത്തിപഥത്തിൽ ഇവിടെ വരുന്നു. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾക്ക് ഉദ്ദേശിക്കണമെങ്കിൽ പോലും അല്ലാഹ് ഉദ്ദേശിക്കണം. പടച്ചോ ഉദ്ദേശിക്കാതെ നമുക്കൊരു കാര്യം ഉദ്ദേശിക്കാൻ വിചാരിക്കാൻ പോലും സാധ്യമല്ല. അതാണ് റബ്ബ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തി ലിമാ മനഅത്. അല്ലാഹുവേ, നീ നൽകിയാൽ തടയുന്ന ആരുമില്ല, നീ തടഞ്ഞാലോ നൽകുന്ന ആരുമില്ല. റബ്ബേ, റബ്ബാണ് നൽകുന്നവൻ, റബ്ബാണ് നൽകാതെ പിടിച്ചു വെക്കുന്നവൻ. അല്ലാഹ് തന്നാൽ തടുക്കാൻ ആർക്കും കഴിയില്ല,
അല്ല തടുത്താൽ തരാനും ആർക്കും കഴിയില്ല. ഇത് എല്ലാ ദിവസവും 5 നേരം നിസ്കാരം കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ പറയണത്? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകുമോ? ഇല്ലല്ലോ. നമ്മളാരും പറഞ്ഞില്ല എന്ന് കരുതുക, എന്നാൽ പടച്ചോൻ തരാത്തത് തരാൻ പറ്റൂലുണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത്? നമുക്കിത് ഉറക്കാൻ, ഒന്നുകൂടെ ഉറച്ചു വെക്കാൻ, മനസ്സിലാണ്ട് ബോധ്യം വരാൻ. എന്ത് സംഭവിച്ചാലും റബ്ബേ നീ തന്നാൽ തടുക്കാൻ ആരുമില്ല, നീ തടുത്താൽ തരാനും ആളില്ല. ഈ ബോധ്യം ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യനെ പിന്നെ എന്ത് പേടിക്കാനാ? ഇപ്പം നിർഭയത്വം തൗഹീദിലൂടെ എന്ന് പറയാൻ കാരണം ഇതാണ്. അള്ളാനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു ബേജാറുമില്ല. എല്ലാം റബ്ബിലേക്ക് മടക്കി, എല്ലാം എൻ്റെ റബ്ബ് തീരുമാനിച്ചതാണ്, ആ തീരുമാനമാണ് നടക്കുക. ആ ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ ആ റബ്ബിലേക്കെല്ലാം സമർപ്പിക്കുന്നത് ആ തവക്കുല്. തവക്കൽതു അലല്ലാഹ്, ഞാനിതാ എല്ലാം എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒക്കെ അല്ലാഹ് തീരുമാനിക്കും, നമുക്ക് തീരുമാനമൊന്നുമില്ല. രാത്രി കിടക്കാൻ പോകുമ്പോൾ എന്താ പറയാ? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. പടച്ചോനെ ഇദാ അസ്ലംതു നഫ്സി ഇലൈക, എൻ്റെ ശരീരം ഇതാ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുവരെ ഓടി നടന്ന് ജോലി ചെയ്ത് എല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വിരിപ്പ് തട്ടിക്കൊട്ടി ചൊല്ലാള് ചൊല്ലി അവസാനം കിടക്കുമ്പോൾ ഇതാ റബ്ബേ എൻ്റെ ശരീരം നിന്നെ ഏൽപ്പിച്ചു. വജ്ജഹ്തു വജ്ഹി ഇലൈക, എൻ്റെ മുഖമിതാ നിന്നിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബേ. രാവിലെ എണീക്കണോ വേണ്ടേ? നീ തീരുമാനിക്കുക. നാളെ കടയിൽ പോണോ വേണ്ടേ? നീ തീരുമാനിക്കുക. ഞാൻ നാളെ ഓഫീസിലെത്തണോ വേണ്ടേ? നീ തീരുമാനിക്കുക. എൻ്റെ എല്ലാ കാര്യങ്ങളും വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. ഇതും പറഞ്ഞ് ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക റഫഉ, റബ്ബേ നിന്റെ നാമത്തിൽ ഇതാ എൻ്റെ ശരീരം വെച്ചിരിക്കുന്നു, നിന്റെ നാമത്തിൽ തന്നെ ഞാനത് ഉയർത്തുകയും ചെയ്യും റബ്ബേ. ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. റബ്ബേ ഇതാ എൻ്റെ ശരീരം വെച്ചു നിന്റെ പേരിൽ, ഇനി രാവിലെ എണീക്കും നിന്റെ നാമത്തിൽ. അഥവാ എണീക്കാൻ നീ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ, എൻ്റെ ആത്മാവിനെ ഈ ഉറക്കത്തിൽ നീ പിടിച്ചു വെക്കുന്നുവെങ്കിൽ നീ റഹ്മത്ത് കാണിക്കണേ അല്ലാ. അതല്ല നേരം പുലരുമ്പോൾ വീണ്ടും എനിക്ക് അയച്ചു തരുന്നുവെങ്കിൽ, എണീക്കാൻ പറ്റുന്നുവെങ്കിൽ ഫഹ്ഫദ്ഹാ, നീ കാവൽ നൽകണേ അല്ലാ. ഈ വക ദിക്റൊക്കെ ചൊല്ലി കിടന്നുറങ്ങി അഥവാ രാവിലെ എണീറ്റാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച പടച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ് എല്ലാം ഇതാ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ച റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. എല്ലാം റബ്ബാണ്, അവനെ കഴിവുള്ളൂ, അവനെ ശക്തിയുള്ളൂ, മറ്റാർക്കും കഴിവില്ല, ഒരു ശക്തിയുമില്ല. എല്ലാം നിയന്ത്രിക്കുന്ന അള്ളയാണ്. അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അവനാണെല്ലാം പരിപാലിക്കുന്നവൻ, അവനാണ് റബ്ബ്. ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടോ അവനോട് പറയാം. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങൾ രക്ഷിതാവിനോട് കാവലിനെ തേടുന്നു. അവൻ മലിക്കാണ്, ഇലാഹാണ്. അല്ലാഹ് സൃഷ്ടിച്ച ഏത് പടപ്പിൻ്റെയും എന്തൊക്കെ ഷർറുണ്ടോ ആ ഷർറിൽ നിന്നെല്ലാം ഞാൻ ആ റബ്ബിനോട് കാവലിനെ തേടുന്നു. അതല്ലേ മുഅബ്ബത്തിന്റെ ആശയം. സഹോദരങ്ങളെ, പടച്ച റബ്ബിനെ ഇങ്ങനെ മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നെ എന്താണ് ബേജാറുള്ളത്? പിന്നെ എന്തിനാണ് അവൻ പടപ്പിൻ്റെ പിന്നാലെ പോണത്? അല്ലാഹു രോഗം തന്നാൽ ആ രോഗം ശിഫയാക്കാനും അല്ലാഹുവാണ്. ശിഫയാക്കാൻ അവനെ കഴിയൂ. അവൻ തീരുമാനിച്ചാൽ ശിഫയാകൂ, അവൻ തീരുമാനിച്ച സമയത്തെ ശിഫയാകൂ. എങ്കിൽ പിന്നെ അല്ലാഹ് അനുവദിച്ച ചികിത്സാ രീതികൾ സ്വീകരിക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് പിന്നെ എന്തിനാണ് നമുക്ക് സിദ്ധന്? എന്തിനാ ബീവി? എന്തിനാ തങ്ങള്? എന്തിനാ ഖോജ? എന്തിനാ ശൈഖന്മാര്?
അവിടെ പോയിട്ട് ഒന്ന് മാറി കിട്ടിയാൽ മതി, അതിനൊരു വാക്ക് കിട്ടിയാൽ മതി, അയാളൊന്ന് പറഞ്ഞാൽ മതി, അയാളൊന്ന് തടവിയാൽ മതി, അയാൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എങ്ങനെയാണ് സിദ്ധന്മാർ മുസ്ലിം ഉമ്മത്തിലുണ്ടായത്? എന്തിനും ഏതിനും കയറിച്ചെല്ലാവുന്ന കുറെ സിദ്ധന്മാരെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്, എല്ലാ നാടുകളും. എങ്ങനെ ഉണ്ടായി? എന്തിനും ഏതിനും അവരിലേക്കാ പോണം. രോഗം വന്നാൽ അവിടേക്ക്, മുറാദ് ഹാസിലാവാൻ അങ്ങോട്ട്, സാധനം നഷ്ടപ്പെട്ടു പോയി അവിടെ പോയി പറയുക, രോഗം വന്നോ അവിടെ പോയി പറയുക, വിസ കിട്ടുന്നില്ലേ അവിടെ പോയി പറയുക, ജോലി ശരിയാകുന്നില്ലേ അവിടെ പോയി പറയുക, മക്കളുടെ വിവാഹം ശരിയാകുന്നില്ലേ അവിടെ പോയി പറയുക. ആരാ സഹോദര പഠിപ്പിച്ചത്? ആ പോകുന്ന പോക്കിലും പള്ളി നിസ്കരിക്കാൻ കയറിയാൽ നിസ്കാരം കഴിഞ്ഞ് ഓൻ പറയും, അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത, റബ്ബി നീ തന്നാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ തരാനും ആളില്ല. പിന്നെ എന്തിനായി പോക്ക്? അല്ലാഹു റസൂലും അനുവദിച്ച ഹലാലായ ജായിസായ അനുവദനീയമായ ചികിത്സാ രീതികൾ സ്വീകരിക്കാം. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലഹു ദവാഅ ഫതദാവൂ. അല്ലാഹു തആല രോഗമിറക്കിയാൽ അതിന് മരുന്നും ഇറക്കിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ ചികിത്സിച്ചു കൊള്ളുക. ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ഫൈദാ ഉസീബ ബരിഅ ബിഇദ്നില്ലാഹ്, ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ റബ്ബിൻ്റെ അനുമതി പ്രകാരം ആ രോഗം ശിഫയാകും. ഇതല്ലേ നമ്മോട് കൽപ്പിച്ചത്? അള്ളാഹ് അനുവദിച്ച ഇസ്ലാമ വിരുദ്ധമല്ലാത്ത ഹറാമല്ലാത്ത ചികിത്സാ രീതികൾ സ്വീകരിക്കാം. മരുന്ന് കഴിക്കാം, മന്ത്രങ്ങളാവാം, പ്രാർത്ഥനകളാവാം, അതേപോലെ ഹലാലായ അനുവദനീയമായ ചികിത്സാ രീതികൾ ഏതും സ്വീകരിക്കാം. അത് ചികിത്സ കിട്ടിയാലും മാറിക്കൊള്ളുന്നില്ല, മാറ്റുന്നവൻ അള്ളയാണ്. എന്നാൽ ഹറാമായ ചികിത്സയോ ഇല്ല. നബിയോട് സംശയം ചോദിച്ചു, നബിയെ, ഒരു രോഗം വന്നപ്പോൾ മദ്യം കഴിച്ചാൽ സുഖപ്പെടുമെന്ന് പറയുന്നു, എങ്കിൽ ആ മദ്യം കഴിക്കാമോ ചികിത്സന്റെ ഭാഗമായി? നബി ഞങ്ങൾ പറഞ്ഞു, അത് മരുന്നല്ല, അത് രോഗമാണ്. അത് വേണ്ട, മദ്യം കഴിച്ചാൽ മാറുമെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങനെ മാറണ്ട, ആ ചികിത്സ നമുക്ക് വേണ്ട, അത് അള്ളാഹ് അനുവദിച്ചതല്ല. ഹറാം ചെയ്തിട്ട് ചികിത്സ ഇല്ല, ശിർക്ക് ചെയ്ത് ചികിത്സ ഇല്ല. നബി ഞങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്നർ റുഖ വത്തമാഇമ വത്തിബലത ശിർക്കുൻ, ഏലസുകൾ, ഉറുക്കുകൾ, മന്ത്രങ്ങൾ ഇതെല്ലാം ശിർക്കാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മൻ അല്ലഖ തമീമ ഫഖദ് അശ്റക, വല്ലവനും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. മൻ തഅല്ലഖ ശൈഅൻ വുക്കില ഇലൈഹി, ആരെങ്കിലും വല്ലതും കെട്ടിബന്ധിച്ചാൽ അല്ലാഹ് അവനെ ഒഴിവാക്കും, അതിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കും. ഒരു ഏലസ് കെട്ടിയാൽ പിന്നെ ഓൻ്റെ മനസ്സിൻ്റെ കണക്ഷൻ ഏലസുമക്കാണ്, പിന്നെ അള്ളാഹായിട്ട് ബന്ധം ഉണ്ടാവില്ല, പിന്നെ ഓൻ്റെ സമാധാനം ഇതാണ്. അത് കിട്ടിയ ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയും. പിന്നെ അള്ളാഹിനെ വിട്ടു, അള്ളാഹ് അവനെയും വിട്ടു. ആ തങ്ങളെ കണ്ടതിന് ശേഷം, ആ ജാടത്തൊക്കെ ചെന്നതിന് ശേഷം, അവിടുന്ന് ആ ഏലസ് കിട്ടിയ ശേഷം, അവിടുന്ന് ആ വാക്ക് കിട്ടിയ ശേഷം പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഓൻ്റെ മനസ്സിൻ്റെ ബന്ധം അതിലേക്കായി മാറി. പിന്നെ അള്ളാഹിനെ ഒരു ഓർമ്മയില്ല. പിന്നെ ഈ അസുഖം തിരിച്ചു വരും. കുറച്ച് കഴിയുമ്പോൾ, ആദ്യ തവണ ഉണ്ടായപ്പോൾ അള്ളാഹ് ദോരുന്നവനായി ഇവൻ രണ്ടാമതുണ്ടാകുമ്പോൾ ദോർക്കാൻ പോലും മനസ്സ് വരൂല. അന്ന് അവിടെ പോയിട്ടാണ് മാറിയത്, അവിടെ പോയി നോക്കാന്നറിയും. നേരെ തങ്ങളെ പോയി കാണും, അപ്പോൾ വേറെ ഏലസ് കൊടുക്കും, അതോടെ സുഖപ്പെട്ടു പോകാൻ പോലും ചെയ്യും. പിന്നെ പഠിച്ചോനും പോനും ബന്ധമില്ല. അതാണ് ഊക്കില ഇലൈഹി, അവനെ അതിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹ് അവനെ കൈയൊഴിയും, പിന്നെ ഓനും അല്ലും ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത്ര ഗൗരവമായി ഇത്തരം രീതികളെ നബിതങ്ങൾ നമ്മെ താക്കീത് ചെയ്തത്. പക്ഷെ ഉമ്മത്ത് ഇന്നും അവിടെയാണ്. മുസ്ലിം ഉമ്മത്ത് കയ്യിലും കാതിലും അരയിലും കഴുത്തിലും ഏലസ് കെട്ടിടക്കുന്ന ആളുകളാണ്. രക്ഷക്കായി പലതും തൂക്കിയിടുന്നു. വീടിൻ്റെ മുമ്പിൽ കുപ്പി തൂക്കുന്ന ആളുകൾ, അതേപോലെ പലതും എഴുതി വെക്കുന്ന ആളുകൾ, ഫ്രെയിം ചെയ്ത് വെക്കുന്ന ആളുകൾ, വാഹനത്തിൽ പലതും കെട്ടിത്തൂക്കുന്ന ആളുകൾ. എന്തിനാ? രക്ഷയ്ക്ക് വേണ്ടി. പല മറ്റു മതക്കാർക്ക് ഏതായാലും ഉണ്ടാവും, ഓർക്ക് ഈ പറഞ്ഞതൊന്നും അറിയില്ലല്ലോ. മുസ്ലിം ഉമ്മത്തിന് പോലും അങ്ങനെയാണ്. വണ്ടിയിൽ എന്തെങ്കിലും കാണാൻ എന്തെങ്കിലുമൊക്കെ ഒരു കോലം കുത്തി വെക്കുക, ചില ലോറിക്ക് കാണാൻ ചെറുനാരങ്ങ മുന്നിൽ തൂക്കിയിട്ട്. എന്തിനത്? അത് രക്ഷയാണ്, അത് പ്രൊട്ടക്ഷനാണ്. ആര് പഠിപ്പിച്ചു? പലതും എഴുതി വെക്കുക, കളം വരച്ചും കുത്തി വരച്ചും പലതും കുത്തിക്കോറിയുമൊക്കെ രേഖപ്പെടുത്തി ഫ്രെയിം ചെയ്ത് വീടിന് മുമ്പിൽ, വാതിലിൻ്റെ മുമ്പിൽ, കടയിൽ, വാഹനത്തിൽ എല്ലാം വെക്കുന്ന ആളുകളുണ്ട്. ഒരു ആദ്യമായി മാവ് കായ്ച്ചാൽ കറുത്ത തുണി കൊണ്ടുപോയി കെട്ടുന്നു. എന്തിനാ? കണ്ണീർ തട്ടാക്കാൻ. അത്ര കണ്ണീർ തട്ടാതെക്കാൻ വേണ്ടി കറുത്ത തുണി കെട്ടുക. കണ്ണീർ തട്ടാതെക്കാൻ നബി ഞങ്ങളെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കാനാണ്. കണ്ണീർ പടച്ചറബ് നിശ്ചയിച്ച
വിധിയുടെ ഭാഗമാണ് എങ്കിൽ അത് തടുക്കാൻ നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹു പ്രാർത്ഥിച്ചോന്നാണ്. ആക്ഷേപകരമായ എല്ലാ കണ്ണിൽ നിന്നും റബ്ബേ ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. അതാണ് പ്രാർത്ഥന. അതാ മുഅവ്വിദ് നീ പഠിപ്പിച്ച നീ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ശർറിൽ റബ്ബേ ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. അതിനു പകരം കോലം കുത്തി വെക്കുന്ന ആളുകൾ, കരിങ്കണ്ണ നോക്കു എഴുതി വെക്കുന്ന ആളുകൾ, അതേപോലെ തട്ടി കവച്ച് വെക്കുന്ന ആളുകൾ, പലതും കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്ന ആളുകൾ, എവിടുന്ന് കിട്ടി മുസ്ലിം ഉമ്മത്തിന് ഇതെല്ലാം? ഇതൊന്നും ദീനുമായി ബന്ധമുള്ളതല്ല. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കൽപ്പിക്കപ്പെടാത്ത കാര്യമാണ് പ്രവർത്തിക്കുക, ചെയ്യാത്ത കാര്യമാണ് അവകാശപ്പെട്ട് നടക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മളെ അവകാശം എന്താ? നമ്മുടെ സുന്നത്തമായത്ത ഞാൻ മുത്തനബിൻ്റെ ആളാണ്, ഞാൻ ഖുർആനിൻ്റെ ആളാണ്, ഞാൻ തൗഹീദിലാണ്, നമ്മൾ ശിർക്കാണെന്ന് ഹറാമൊരുത്തം പറഞ്ഞാൽ ആളുടെ ദേഷ്യം എന്താ അത്? ഓ നമ്മളെ കുഴപ്പമുണ്ടാക്കാമെന്നാണ്, ഓ ഭിന്നിപ്പുണ്ടാക്കാമെന്നാണ്, ഒരു ഐക്യം തകർക്കുകയാണ്, ഒരു മുസ്ലിക്കാക്കാണ്, ഒരു കാഫിറാക്കാണ്. എന്തിന്? ഇതൊക്കെ മരുത്തുണ്ട്, ഈ ഏലസമ്മരുത്തുണ്ട്, ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. സഹോദര ചെയ്യല്ല, ശരിയല്ല എന്നൊരുത്തം പറഞ്ഞാൽ ഓ കുഴപ്പക്കാരനായി മാറി അവിടെ നമ്മൾ നിൽക്കുന്നത്. സഹോദരങ്ങൾ, ഒരു വീണ്ടും വിചാരം, ഒരു പുനരാലോചന നിർബന്ധമാണ് എന്നാണ് എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെല്ലാം ചെയ്യുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ പടച്ച റബ്ബാണ് എന്ന ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നവന് നിർഭയത്വമുണ്ട്, അതോടൊപ്പം റബ്ബല്ലാത്തവരിലേക്ക് ഒരു കാരണവശാലും പോകുന്ന പ്രശ്നമില്ലതാനും. എന്ത് സംഭവിച്ചാലും തവക്കൽതു അല്ലാഹ്, എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത എന്ന ദിക്ർ മനസ്സറിഞ്ഞു പറയുകയും മനസ്സിൽ ബോധ്യമായി മാറുകയും ചെയ്യും. ആ റബ്ബെന്ത് തന്നാലും അതെല്ലാം അവൻ്റെ തീരുമാനമാണ്. റബ്ബെന്ത് തടഞ്ഞു വെച്ചാലും അത് വാങ്ങിത്തരാൻ കഴിയുന്ന ആരുമില്ല എന്ന ആ പൂർണ്ണമായ ബോധ്യമാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്നത്. ലോകത്ത് വന്ന അമ്പിയാക്കൾ വ്യത്യസ്തമായ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോഴും ഇവിടെയൊക്കെ ഉറച്ചു നിന്നത് ആ ഒരു പൂർണ്ണമായ ബോധ്യം തന്നെയായിരുന്നു. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീയിലേക്ക് എറിയപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടലിൻ്റെയും ഫിർഔനിൻ്റെയും ഇടയിൽ അകപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഓരോ അമ്പിയാക്കളും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി. അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി മാറി. സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ തുടങ്ങിയ എല്ലാ അമ്പിയാക്കളുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോഴും അവരൊക്കെ പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. ആ റബ്ബിലേക്ക് എല്ലാം ഏൽപ്പിക്കുന്നു. വനിഅമൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹുവാകുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് റബ്ബ് മതി, എനിക്കല്ല മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങളിതാ എല്ലാം പടച്ച റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അവനാണ് ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ, ഏറ്റവും അനുയോജ്യമായവൻ അള്ളയാണ് എന്ന ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന നിർഭയത്വം മറ്റാർക്കും ലഭിക്കൂല. അല്ലെങ്കിൽ എന്താ അറിയോ, രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ചണ്ട് ക്രോസ് ചെയ്താൽ മതി, ഓന് ബേജാറ എന്നത്തോടി ഇനിയിപ്പം ഒന്നും ശരിയാവില്ല എന്നറിയും. ഇന്നും ഞാൻ ശരിയാവില്ല. രാവിലെ തന്നെ പൂച്ചയാണ് മുന്നിൽ ചാടിയത്, അന്നത്തോടി ആകെ ഇടങ്ങാറായി. വൈകുന്നേരം വരെ പിന്നെ ഒരു സമാധാനമില്ല. അന്നെങ്ങാനും വണ്ടി എവിടെ തട്ടിയാലോ പിന്നെ ഉറപ്പിച്ചു കണ്ടില്ല. ഇതിപ്പോൾ രാവിലെ തന്നെ ആ പൂച്ച ചാടിയതാ, അപ്പോൾ ഉറപ്പിച്ച് അന്ന് ശരിയാവില്ല എന്ന് ഇപ്പം കണ്ടില്ലേ അറിയും. അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് കോള്, കുട്ടി വീണു, കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, ഒക്കെ ആ പൂച്ചൻ്റെ മേത്തേക്ക് ഇടും. കാരണം എന്താ? ഓനെ വിശ്വാസം. ഓന് എന്ത് നിർഭയത്വം ഉണ്ടാവുക, എന്ത് നിർഭയത്വം ഉണ്ടാവുക? എല്ലാത്തിനും അവൻ പ്രയാസപ്പെടുന്നു, എല്ലാത്തിനും ബേജാറാകുന്നു. എന്ത് സംഭവിച്ചാലും അതൊക്കെ അവൻ പ്രയാസമായി മാറുന്നു. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം എന്ന് മുനാഫിഖിനെ പറ്റി അല്ലാഹു പറഞ്ഞുവല്ലോ. ഏത് ശബ്ദമുണ്ടായാലും അതൊക്കെ തനിക്കെതിരാണ് എന്ന് തോന്നിപ്പോകുമെന്നാണ് അവനെ പറ്റി പറഞ്ഞത്. വിശ്വാസദാർഢ്യമില്ലാത്തവൻ, കാപട്യമുള്ളവൻ അങ്ങനെയാണെങ്കിൽ മുഅ്മിനതല്ല. എന്ത് സംഭവിച്ചാലും കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു അലൈനാ, ലൻ യുസീബനാ, നമ്മെ ബാധിക്കുകയില്ല. എൻ്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത്, ആ റബ്ബ് എന്താണോ രേഖപ്പെടുത്തിയത്, അതല്ലാതെ ഒന്നും ബാധിക്കുകയില്ല. അതാ മുഅ്മിന്റെ നിലപാട്. അതിലേക്ക് എത്താൻ പറ്റണം. അല്ലെങ്കിൽ എന്തിനും ഏതിനും ബേജാറായി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ചില പക്ഷികൾ കരഞ്ഞാൽ ഓനെ ബേജാറായി, ചില മൃഗങ്ങളെ കണ്ടാൽ ഓനെ ബേജാറായി, ചില ലക്ഷണം കണ്ടാൽ ബേജാറായി.
രാവിലെ ഇന്ന് പല കണിയുണ്ട് നോക്കും. എണീറ്റ് വരുമ്പോൾ ആദ്യം കണ്ടത് നിന്നാടാ, എന്നാ നീ പറഞ്ഞിട്ട് കാണില്ല, ഇന്നത്തെ കഴിഞ്ഞു. കട തുറന്ന് ഷട്ടർ പൊക്കി നമ്മളവിടെ കയറിയപ്പോഴേക്ക് അവിടുത്തെ കടം വാങ്ങാൻ വന്നത് രാവിലെ തന്നെ കടം കഴിഞ്ഞു, ഇന്ന് പോയി. യഥാർത്ഥത്തിലോ അന്ന് ലാഭമാണ്, കടം കൊടുത്ത ലാഭമാണ്. കാരണം പൈസയും കിട്ടും, കടം കൊടുത്തതിന് കൂലിയും കിട്ടും, ഇരട്ടി ലാഭമല്ലേ. അപ്പം രാവിലെ തന്നെ കടം കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇന്ന് ഇരട്ടി ലാഭമാണല്ലോ. പൈസ ഏതായാലും കിട്ടും ചെയ്യും, കൂലി വേറെയും കിട്ടും. ഞാൻ പൈസ തന്നീല, ഓൻ പറ്റിച്ചു പോയി, അതിനും വേറെ കൂലി കിട്ടും. അതിനേക്കാൾ ലാഭം വേറെന്താണുള്ളത്? അതാ സത്യവിശ്വാസി. അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യങ്ങൾ മുഴുവനും ഖൈറാണ്. സന്തോഷമുണ്ടായാൽ അവൻ റബ്ബിനെ സ്തുതിക്കുന്നു, ഖൈറായി മാറുന്നു. പ്രയാസമുണ്ടായാൽ സബറ ഫകാന ഖൈറല്ല, അവൻ ക്ഷമിക്കുന്നു, അതും ഖൈറായി മാറുന്നു. എല്ലാം ഖൈർ, എന്തുണ്ടായാലും ഖൈർ. കാതിൽ മുള്ളുത്തിയാൽ പോലും ദോഷം പൊറുക്കുമെന്ന് ഓഫറുള്ള മനുഷ്യന്മാരാ മുഅ്മിനീങ്ങൾ. ഹത്ത ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ, കാതിൽ ഏൽക്കുന്ന മുള്ളു പോലും ദോഷം പൊറുക്കാതിരിക്കില്ല. മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസൻ ഹത്ത ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ. ഒരു വിശ്വാസി കേൾക്കുന്ന എന്തൊരു പ്രയാസങ്ങളും വിഷമങ്ങളും നിരാശകളും ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകളും അവൻ ഏൽക്കുന്ന മുള്ളു പോലും അത് കാരണമായി അവന്റെ പാപങ്ങളെ പൊറുക്കാതിരിക്കില്ല. ഒന്ന് പണിച്ചാൽ ദോഷം പൊറുക്കുന്നു, തലവേദന ഉണ്ടായ ദോഷം പൊറുക്കുന്നു, ക്ഷീണമുണ്ടായ ദോഷം പൊറുക്കുന്നു, ഒരു ടെൻഷൻ ഉണ്ടായി ദോഷം പൊറുക്കുന്നു, കാതിൽ മുള്ളു കുത്തിയാൽ പോലും ദോഷം പൊറുക്കുന്നു. അത്രയേറെ ഭാഗ്യമുള്ള മറ്റാരാ ഉള്ളത്? ഇങ്ങനെ മനസ്സിലാക്കിയ സഹോദരങ്ങളെ, എന്തൊരു സമാധാന ജീവിതത്തിൽ. എല്ലാത്തിലും പോലെ വല്ലാത്ത സമാധാനം പഠിച്ചോ കണക്കാക്കിയതുണ്ടാകും, അതിനപ്പുറമൊന്നുമില്ല. ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും തകർന്നടിഞ്ഞുവെന്ന വാർത്ത കേട്ടാലും അലല്ലാ സാരല്ല, അതൊക്കെ റബ്ബിന്റെ തീരുമാനം. നമ്മൾ വന്നപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല, അത് പഠിച്ചോൻ തീരുമാനം. അലല്ലാ ഇന്നാദില്ല വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുള്ളവരാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. അത് വല്ലാത്ത സമാധാനമല്ലേ. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മക്കൾ മരിച്ചു എന്ന വാർത്ത കേട്ടാലും ഇന്നാദില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം എല്ലാം റബ്ബിനുള്ളവരാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരുമാണ്. അതോടെ ഓന് ടെൻഷൻ തീർന്നു. അല്ലാത്തവൻ ചെറിയൊരു പ്രശ്നമെല്ലാമായി അപ്പോഴേക്ക് ഓൻ്റെ എല്ലാ സമാധാനം നഷ്ടപ്പെട്ടു. കച്ചവടത്തിൽ ഒരീസ ലേശം ഒരു കമ്മി, അപ്പോഴേക്കും അവന് വേജ എന്താ ഇന്ന് കച്ചവടം വെച്ച് കമ്മിയാണല്ലോ, എന്തേ പറ്റി? അപ്പോഴേക്ക് വേജാറായി. മകൾക്ക് കല്യാണം അന്വേഷിച്ചു, ഒരു 4 കാണാമെന്ന് പറ്റിയില്ല, അപ്പോഴേക്കും ബേജാറ്. എന്താ പത്, എന്തോ പ്രശ്നമുണ്ടോ, മറ്റേ മുടക്കുണ്ടോ, ഇപ്പം മുടക്കുണ്ടോ, ഓൻ പാര വെക്കുണ്ടോ, ഒരു എവിടെ അന്വേഷിച്ചത്, ആരോടാ ചോദിച്ചത്? എന്നിട്ട് പിന്നെ അയൽവാസി തെറ്റി, മറ്റോട്ട് തെറ്റി, എന്നിട്ട് അങ്ങാടി വലിയ ബോർഡ് കല്യാണം മുടക്കിയുള്ള ശ്രദ്ധക്ക്. അല്ല നിശ്ചയിച്ച കല്യാണം മുടക്കാൻ ഇവിടെ ആർക്കാ പറ്റുക? അല്ല നിശ്ചയിക്കാത്ത കല്യാണം നടത്താൻ ഇവിടെ ആർക്കാ കഴിയുക? ഞാൻ അപ്പോഴും ഓൻ ചെല്ലും, അല്ലാഹുമ്മ അലിമാ അഴ്തൈത വലാ മുഅ്തലിമാ മനഅ്ത. എൻ്റെ മോള് എന്ന് വിവാഹം കഴിക്കണമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് തീരുമാനിച്ചു? കോടാന് കൊല്ലങ്ങൾക്ക് മുമ്പ്. അതിന് അപ്പുറത്തേക്ക് പോകില്ല, ഇപ്പുറത്താകില്ല. പിന്നെ ഓൻ മുടക്കിയതെന്ത്? അത് അള്ളാഹുവിനെ ഏൽപ്പിച്ചതാണ് മുടക്കാൻ. അള്ളാഹുവിനെ ഏൽപ്പിച്ചതാണ്. കാരണം എന്താ? നമ്മളെ മോക്ക് പറ്റിയതല്ല. നമ്മളത് ദോരുന്ന പഠിച്ചോനെ മകൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ പഠിച്ചോനെ സ്വാലിഹായ ഒരു ഭർത്താവിനെ കൊടുക്കണേ ദോരുന്നതാണ്. ഒരു അന്വേഷണം വന്നു, അഡ്രസ്സ് കിട്ടി, അവിടെ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ നല്ല കുട്ടിയാ, നല്ല സ്വാലിഹ, എല്ലാം കൊണ്ടും ഉഷാറാ, നല്ല ദീനിയാണ്, തറവാടും സ്വത്തൊക്കെ നമ്മളുമായി യോജിക്കുന്നതാണ്, നമുക്ക് എല്ലാം കൊണ്ടും റാഹത്ത്. പക്ഷെ അള്ളാഹ്ക്കറിയാം ഓൻ 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇസ്ലാമെന്ന് പോകുള്ളവരേക്കും. 10 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ദീനിന്ന് പോകും, അവിശ്വാസിയായി മാറും. ഓനെ കൂടെ ജീവിച്ചാൽ നമ്മളെ മകളും തെറ്റിപ്പോകും, ഓളെ സ്വർഗം പോകും, നരകത്തിൽ പോകും. അപ്പം നമ്മൾ തോന്നുന്നത് എന്താ? പഠിച്ചോനെ സ്വാലിഹായ ഭർത്താവിനെ കൊടുക്കണേ. നമ്മളെ കണ്ണിൽ അവൻ സ്വാലിഹാണ്, പഠിച്ചോനെ കണ്ണിൽ ഓൻ ഇപ്പോൾ സ്വാലിഹാണെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാൽ പഴിച്ചു പോകാനുള്ളതാ. അപ്പം അല്ലാഹ് അയൽവാസം ഏൽപ്പിച്ചേടാ ഓന് സ്വാലിഹായ ഭർത്താവിനെ ചോദിച്ചത്, ഇവനെ ഓക്ക് പറ്റൂല, വാ അന്വേഷിച്ചിട്ട് കിട്ടൂല, വാ അന്വേഷിച്ചപ്പം സ്വാലിഹ, സംഗതി ഓൻ സ്വാലിഹല്ല, അതുകൊണ്ട് നീ അത് മുടക്കണം.
അപ്പോൾ മുടക്കി. നമ്മളെ ദുആന്റെ ഉത്തരമായിരിക്കാം അത്. അപ്പം അയൽവാസി മുടക്കി പറഞ്ഞാൽ ഓന് വല്ല സമ്മാനം കൊണ്ടേ കൊടുക്കുക എന്നല്ലാതെ. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന് പിന്നെ വല്ല പ്രശ്നമുണ്ടോ? ഇനി എൻ്റെ മോള് ജീവിതകാലം മുഴുവനും ഒരു ഭർത്താവില്ലാതെ ജീവിക്കാനാണോ എൻ്റെ റബ്ബിൻ്റെ തീരുമാനം? എങ്കിൽ അത് നടക്കും. ആര് മെനക്കെട്ടാലും മോളെ കെട്ടിക്കാൻ കഴിയൂല. അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു മാങ്ങൻ അണ്ടി കുഴിച്ചിട്ടിട്ട് മുളച്ച് വരുമ്പോൾ വലിയ പ്രതീക്ഷ നമുക്കാണ്. ഇതൊന്ന് മുളച്ചിട്ടിട്ട് വേണം, ഒരു നല്ല മാങ്ങയാണ്, നല്ല മാങ്ങൻ്റെ അണ്ടിയാണ്, വലിയ പ്രതീക്ഷ. നമ്മൾ അല്ലാഹു തആല കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബ് അറിഞ്ഞ തീരുമാനിച്ച കാര്യമാണ്. ഇത് മുളക്കണോ വേണ്ടേ? ഇത് മുളച്ചാൽ പിന്നെ വളരണോ വേണ്ടേ? അതിന് മാങ്ങ ഉണ്ടാകണോ വേണ്ടേ? ആ മാങ്ങ ആരൊക്കെ കഴിക്കണം, ആര് കഴിക്കൂല, പഠിച്ചോനെ ഇൽമിൽ പണ്ടേ ഉള്ള കാര്യമാണ്. പിന്നെന്തിനാ നമ്മളെ പൊയ്ക്കാണ്ട് ഒരു കറുത്ത നൂലിട്ടുന്നത്? മറ്റവനെ കണ്ണെട്ടിയാൽ ആ മാങ്ങ വീണു പോകും, അവിടെ നൂലെട്ടി പോകാൻ. എന്തിനാ അത്? അങ്ങനത്തെ നൂലുമ്പോൾ തടുക്കാൻ പറ്റുമത്? നേരെ മനസ്സിൽ ബിസ്മില്ലാണ്ട് കുഴിച്ചിട്ടു, ചൊല്ലാളത് ചൊല്ലി, ബാക്കി അല്ലാതെ ഏൽപ്പിച്ചു, വെള്ളം കൊടുത്തു, വളം കൊടുത്തു, അതങ്ങനെ നീണ്ടിങ്ങനെ പോയി കായ്ക്കണില്ല. എന്തേ കാര്യം? പഠിച്ചോ തീരുമാനിച്ച അങ്ങനെയാണ്. നേരത്തെ കായ്ച്ചു, എന്തേ? അല്ല തീരുമാനിച്ച അങ്ങനെയാണ്. 1000 പൂവുണ്ടായാൽ ഒരു 500-600 പൂവേ മാങ്ങായിട്ട് മാറുള്ളൂ. 500 എണ്ണം മാങ്ങായിട്ട് മാറിയാൽ വീണ്ടും 200-300 കൊഴിഞ്ഞു പോകും പല പ്രായത്തിൽ. അതിനൊരു പകുതിയെ പിന്നെ അതാണ്ട് ഉറച്ചിട്ടുള്ളൂ. അതിനെ മുഴുവൻ പഴുക്കോ? ഇല്ല. പഴുത്തതിനെ മുഴുവൻ നമുക്ക് കിട്ടോ? ഇല്ല. അത് അല്ല കണക്കാക്കിയിട്ടുണ്ട്. അത് ആർക്കെല്ലാം, എന്തെല്ലാം, എങ്ങനെയെല്ലാം. നമുക്കിതൊന്നും റോളൊന്നുമില്ല. അല്ല നമ്മോട് ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ ചെയ്താൽ മതി. നമ്മൾ കൃഷി ചെയ്യാൻ പറഞ്ഞു. അല്ല ചോദിച്ചു, അൻതും തസ്റഊലഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ കൃഷി ചെയ്യുന്നത് അല്ല നാമാണോ ചെയ്യുന്നത്? നമ്മളെന്താ ചെയ്യുന്നുള്ളൂ? നമ്മൾ കുഴി കുഴിക്കും, വിത്തിടും, വളമിടും, വെള്ളം കൊടുക്കും. ഇത് നമ്മൾ ചെയ്യുള്ളൂ. ബാക്കി നമുക്ക് കഴിയൂല. ബാക്കി അള്ളാൻ്റെ അടുത്താണ്. ബാക്കി അള്ളാൻ്റെ അടുത്താണ്. അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഓനെ ഈ ദുന്യാവിൽ എന്ത് സംഭവിച്ചാലും ഓനെ സംഭവിച്ച ഒന്നുമില്ല. അല്ല, ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് ജയിലും പുറത്തൊക്കെ ഒരേപോലെയാണ്. പുറത്തും ഒരുപോലെ ജയിലും ഒരേപോലെ. അങ്ങനെ ആലോചിച്ചാൽ പിന്നെ ജയിലിൽ പോയി ടെൻഷൻ ഉണ്ടാവുമോ? ഒന്നുമില്ല. അദ്ദേഹം എനിക്കൊരു ഏകാന്തവാസമാണ്. ഞങ്ങൾ കൊല്ലുകയാണെങ്കിലോ അതെനിക്ക് ഷഹാദത്താണ്. എന്നെ നിങ്ങൾ നാട് കടത്തുകയാണെങ്കിലോ അതെനിക്കൊരു ടൂറാണ്, സിയാഹത്താണ്. അങ്ങനെ വിചാരിച്ചൊരു മനുഷ്യനെ പിന്നെ എന്താ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ കഴിയും? കൊന്നിട്ടും കഴിഞ്ഞ കൊന്നാ ഷഹാദത്ത് വിചാരിച്ചാക്ക്. അതാണ് ആ ഒരു ബോധ്യം, യഖീൻ. പടച്ച റബ്ബിനെ മനസ്സിലാക്കണം. നമുക്കതുണ്ടായിട്ടില്ല. നമുക്ക് അല്ലാതെ മനസ്സിലായി. നമ്മൾ വിചാരിച്ച നമ്മളെ കഴിവുകൊണ്ടും നമ്മളെ അറിവുകൊണ്ടും നമ്മളെ വലിയ സാമർത്ഥ്യം കൊണ്ട് അതൊക്കെ നടക്കുന്നതാണ്. എൻ്റെ വാപ്പ കച്ചവടക്കാരാണ്, വലിയ കച്ചവടക്കാരാണ്, ഞങ്ങൾ പണ്ടേ കച്ചവടക്കാരാണ്, ഞങ്ങൾ വലിയ സാമർത്ഥ്യക്കാരാണ്, അതൊക്കെ വെറുതെ പറയാം. ഒരു കാര്യമില്ല. അതൊന്നും ഒന്നുമില്ല. ഒന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ കാല് വെച്ചുത്തിയാൽ മതി നമ്മളിത് കഴിയാൻ. എന്നിട്ട് ഇടുക്കി 4 ആളാണ് മരിച്ചത്. അത്രയുള്ള നമ്മളിതൊക്കെ. എപ്പോഴാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. പഠിച്ച ബാക്കിബത്ത് നന്നാക്കി തരട്ടെ. അപ്പം അല്ലാഹനെ മനസ്സിലാക്കണം. അതിന് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. പ്രമാണങ്ങൾ, അതാണ് അടിസ്ഥാനം. അറിവിൻ്റെ സ്രോതസ് വഹ്യാണ്. അല്ലാഹ് വഹ്യായി അറിയിച്ചതാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, 2 പ്രവാചകന്റെ വചനങ്ങൾ. വഹയില്ലാതെ നബിതങ്ങൾ ദീന് പറഞ്ഞിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം നബിതങ്ങൾ സംസാരിക്കുകയില്ല, വഹി അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ. അല്ലാഹുവിന്റെ റസൂല് ദീന് പറഞ്ഞിട്ടുണ്ടോ? വഹി പ്രകാരം മാത്രം. ദുന്യാവ് പറഞ്ഞിട്ടുണ്ടാവാം, വഹി പ്രകാരം അല്ലാതെ. ദീനിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, വഹ്യു പ്രകാരമല്ലാതെ. അതുകൊണ്ട് വഹ്യാണ് അടിസ്ഥാനം. വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. അതിൽ തെറ്റുപറ്റൂല. വിശുദ്ധ ഖുർആനിൽ പ്രവാചക അധ്യാപനങ്ങൾ തെറ്റുപറ്റുക ഇല്ല, ചരിത്രബദ്ധമില്ല, ശാസ്ത്രത്തിൽ നിരക്കാത്ത കാര്യമില്ല. ശാസ്ത്രവും ഹദീസും എതിരാകണ്ടോ ഹദീസ് എടുത്തോളി. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നാളെ മാറും, നാളെ പറഞ്ഞാൽ മറ്റന്നാളെ മാറും. ഇനി ഒരു കാലത്ത് മാറിയായേക്കാം, എന്നാലും വേണ്ടില്ല. ഇതാണ് സത്യം, സംശയമൊന്നുമില്ല. നബിതങ്ങൾ പറഞ്ഞാൽ, അല്ല പറഞ്ഞാൽ സമിഅനാ വ അത്അനാ, കേട്ടു അനുസരിച്ചു. പിന്നെ വർത്താനമില്ല. നമ്മളെ വക വ്യാഖ്യാനിക്കാൻ പോണ്ട.
ശരിയായ വ്യാഖ്യാനം എന്താണോ ആ വ്യാഖ്യാനം സ്വീകരിച്ചാൽ മതി. സ്വഹാബത്ത് മനസ്സിലാക്കി പോകുന്നതാണ്, താബിഈങ്ങൾ മനസ്സിലാക്കി പോകുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതാ മൻഹജു സലഫ്, സലഫുകളുടെ മാർഗം, മുൻഗാമികളുടെ രീതിശാസ്ത്രം. ഓരോ ഹദീസിന് പശ്ചാത്തലമുണ്ടാകും, ഓരോ ഹദീസിന് ചില പ്രത്യേകമായ അർത്ഥമുണ്ടാകും, ചില ഹദീസുകൾക്ക് ചില പ്രത്യേക സാഹചര്യമുണ്ടാകും. അത് മനസ്സിലാക്കിയാൽ മതി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഉലഹിയത്തിൻ്റെ മാംസം 3 ദിവസം മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ, അതിനപ്പുറം സൂക്ഷിക്കാൻ പാടില്ല. ഒരു ഹദീസ് സ്വഹീഹാണ്, ബുഖാരിയിലുണ്ട്. എന്നാൽ അത് വെച്ചിട്ട് ഒരാളിപ്പോൾ ഇന്ന് ഈ പെരുന്നാൾ വരുമ്പോൾ ഫത്വ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഹദീസില്ലേ? ഉണ്ട്, സ്വഹീഹയാണ്. പിന്നെ എന്തേ പ്രശ്നം? ആ ഹദീസ് പ്രത്യേകമായ സാഹചര്യത്തിൽ നബി തങ്ങൾ പറഞ്ഞതാണ്. അത് മനസ്സിലാക്കാതെ പോയാലോ? അതാണ് അക്ഷരപൂജാറത്. അതൊരുത്ത മനസ്സിലാക്കിയില്ല. ഹദീസ് നേരെ പരിഭാഷ നോക്കി ആ ടെക്സ്റ്റ് കിട്ടി, അല്ലെങ്കിൽ അത് മറ്റൊരു ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിഭാഷ നോക്കി 3 ദിവസമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, സ്വഹീഹ് ഹദീസാണ്. നേരെ വാട്സപ്പിൽ ഇട്ടു, ദാ ഉദയത്തിലെ മാംസം സൂക്ഷിക്കാൻ പാടില്ല. ഇപ്പോഴും കാണാം, വലിയ നാളെന്നാൽ എല്ലാ കൊല്ലം ഒരു ടെക്സ്റ്റ് മെസ്സേജ് എല്ലാ ഗ്രൂപ്പിലും വരും, ബലി മാംസം സൂക്ഷിക്കാൻ പാടില്ല. ഹദീസ് നമ്പറൊക്കെ ഉണ്ടാവും, നമ്പറൊക്കെ ഉണ്ട്. അത് അക്ഷരപൂജയാണ്. എന്നാൽ ഹദീസ് ഉൾക്കലൊക്കെ അക്ഷരപൂജയാണോ? ആയത്ത് സ്വീകരിച്ച ഒക്കെ അക്ഷരപൂജയാണോ? അല്ല. പിന്നെ എന്താ ഈ ഹദീസിന്റെ ഉദ്ദേശം? അത് പ്രത്യേകമായ ഘട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞതാണ്. അതാ സബബുൽ വുറൂദ്. ആ ഹദീസ് വരാനുള്ള പശ്ചാത്തലം എന്താ? അത് മനസ്സിലാക്കണം. ഒരു കൊല്ലം വലിയ പട്ടിണിയായിരുന്നു മദീനത്ത്, വല്ലാത്ത ക്ഷാമം, വല്ലാത്ത പട്ടിണി, ആഴത്തൊന്നും തിന്നാനില്ല. ആ സമയത്ത് ബലിപെരുന്നാൾ വന്നത്. അപ്പോൾ ഉദുഹിയത്ത് അർത്ഥപ്പോൾ കയ്യൂക്കുള്ളവനൊക്കെ വന്നിട്ട് പരമാവധി ഇറച്ചി സംഘടിപ്പിച്ചു എല്ലാ സ്ഥലത്തും. അത് കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ട് ഒരാൾ സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ ദുർബലമായി കിട്ടിയില്ല. ഓര് വന്നപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ വലിയ വലിയ ഊക്കുള്ള വന്ന് വാങ്ങിക്കൊണ്ടുപോയി. ദുർബലമായ ആളുകൾക്ക് അന്നും പട്ടിണി കിട്ടിയില്ല. അന്നും മറ്റോ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ആ കൊല്ലം നബി തങ്ങൾ വഹ്യപ്രകാരം പഠിപ്പിച്ച കാര്യമാണ് 3 ദിവസമേ സൂക്ഷിക്കാൻ പാടുള്ളൂ, അതിനെപ്പോഴും സൂക്ഷിക്കാൻ പാടില്ല. അപ്പം 3 ദിവസം കൊണ്ട് മനുഷ്യൻ തിന്നാൽ ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ കുറേ തിന്നോക്കി, 3-ാം ദിവസം നോക്കുമ്പോൾ തിന്ന് കഴിയൂല, എന്നാലും ബാക്കിയാവും. അപ്പം എന്താ കാട്ടുക? എന്താ പിന്നെ മറ്റൊരു കൊടുക്കുക. അപ്പം പിന്നെ അയൽവാസികൾക്ക് കൊടുത്ത് ഒഴിവാക്കി. കാരണം നബി തങ്ങൾ പറഞ്ഞാണ് 3 ദിവസം സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന്. അത് ആ കൊല്ലം മാത്രം പറഞ്ഞ കാര്യമാണ്. അടുത്ത കൊല്ലം ബലിപെരുന്നാൾ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാനിങ്ങോട്ട് പറഞ്ഞിരുന്നു ബലിമാംസം സൂക്ഷിക്കാൻ പാടില്ലെന്ന്, എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. കുലൂ വതസദ്ദഖൂ വദ്ദഖിറൂ, നിങ്ങൾ തിന്നുകൊള്ളുക, സൂക്ഷിച്ചു കൊള്ളുക, സ്വതക്ക ചെയ്തു കൊള്ളുക. അതാണ് ശരിയായ നിയമം. എത്ര ദിവസം സൂക്ഷിക്കാം, ഗൾഫും കൊടുത്തേക്കാം, മാസങ്ങൾ സൂക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. മറ്റേ ഹദീസോ സ്വഹീഹാണ്. അപ്പോൾ വൈരുദ്ധ്യമാണോ? അല്ല. ഇത് മനസ്സിലാക്കാനോ ഈ 2 ഹദീസ് വൈരുദ്ധ്യമാണ്, ഞാൻ എടുക്കൂല എന്ന് പറയും. ഈ ആയത്തും ആ ഹദീസും എതിരാ, എനിക്ക് വേണ്ടെന്ന് പറയും. ആയത്ത് കാണാം, എല്ലാ ശവവും ഹറാമാണ്, ചത്തതൊക്കെ ഹറാമാണ്. ഹുരിമത് അലൈക്കുമുൽ മൈത്ത, ശവം ഹറാമാക്കിയിരിക്കുന്നു. ഇവിടുത്തെ മീൻ മാർക്കറ്റിൽ പോയപ്പോൾ എല്ലാ മീനും ചത്തതാ. ഇത് ഹറാമായിട്ട് തിന്നാൻ പറ്റൂല എന്ന് പറയും? ഇല്ല. എന്തുകൊണ്ട് പറയില്ല? ഹദീസിൽ വന്നു, കടലിലെ ശവം ഹലാലാകുന്നു. കടലിലെ ശവം ഹലാലാണ്, അഥവാ മത്സ്യം, അത് ചത്താലും തിന്നാം, അതിന് ബിസ്മില്ല ഇറക്കേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കിയതെങ്കിലോ ഈ ഹദീസ് ആയത്തിനെതിരാണ്, അവിടെ ഹദീസ് സ്വീകരിക്കൂല എന്ന് പറയും. ആയത്ത് ഹദീസ് എതിരാവൂല. ആയത്ത് അല്ലാഹുവിന്റെ വഹയാണ്, ഹദീസും അല്ലാഹുവിന്റെ വഹയ് പ്രകാരം നബി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ആയത്തിന് ആശയവും വഹയാണ്, പദങ്ങളും വഹയാണ്, ഫതഹും കസ്റും വരെ വഹയാണ്. ഹദീസിന് പദം വഹയല്ല, ആശയം വഹയാണ്. അതാ വ്യത്യാസം. രണ്ടും പടച്ച റബ്ബിൽ നിന്നാണ്. അതുകൊണ്ട് വൈരുദ്ധ്യമില്ല. ഇത് മനസ്സിലാകാതെ പോയാൽ ഈ ഹദീസ് വേണ്ട, അത് ഖുർആനെതിരാന്ന് പറയും, ആ ഹദീസ് വേണ്ട ബുദ്ധിക്കെതിരാന്ന് പറയും, മറ്റേ ഹദീസ് വേണ്ട, അത് മറ്റേ ഹദീസ് എതിരാന്ന് പറയും. അങ്ങനെ എതിരാവുക ഇല്ല. പടച്ച റബ്ബിൽ നിന്നാണ് എല്ലാം. അത് പരസ്പരം വൈരുദ്ധ്യമില്ല, എതിരാവുകയില്ല. ഇത് മനസ്സിലാക്കിയിട്ട് വേണം പ്രമാണങ്ങളെ സ്വീകരിക്കാൻ. അപ്പുറത്ത് ഉസ്താദുമാർ പണിക്കും, നമുക്ക് ഖുർആൻ ഹദീസൊന്നും വേണ്ട, നമുക്ക് മദ്ഹബ് മതി, ഇമാമിയങ്ങൾ പറഞ്ഞത് മതി.
പർസനട്ട ഇമാമിങ്ങൾ പറഞ്ഞത് ഖുർആൻ ദിവസം അല്ലാതെ തോന്നിപ്പോവുക. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളെയും ശരിയായ റൂട്ടിൽ മനസ്സിലാക്കി പഠിപ്പിച്ചവരാണ് ഇമാമിങ്ങൾ. എന്നാൽ പിൽക്കാലത്ത് വന്ന പക്ഷപാതികൾ ഉണ്ടാവും. ത്വരീഖത്തിൻ്റെ ആളുകൾ, സൂഫിസത്തിൻ്റെ ആളുകൾ, മദ്ഹബി പക്ഷപാതിത്വം തലക്ക് കയറിയ ആളുകൾ, വ്യക്തി വൈരാഗ്യം കയറിയ ആളൊക്കെ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. ആദ്യകാലത്തൊന്നുമില്ല. അതിനുവേണ്ടി തങ്ങൾക്ക് വേണ്ടി ഒപ്പിച്ച് അതിനൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന പലതരം സംഘങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ കിതാബിന് പലതും കാണും. അത്തരം കിതാബിന് പലതും കാണും. അത് സ്വീകാര്യമല്ല. എന്നാൽ വിശുദ്ധ ഖുർആനിനെയും പ്രവാചക വചനങ്ങളെയും ശരിയായ റൂട്ടിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ചു പോയ അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ, സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈകൾ, മദ്ഹബിൻ്റെ 4 ഇമാമുമാർ, തൊട്ടുപിറകെ വന്ന ആളുകൾ, അവരൊക്കെ ദീന് സേവനം ചെയ്തവരാണ്. പക്ഷേ തെറ്റുപറ്റാത്തവരല്ല. മനുഷ്യന്മാരാണ്, മഅസൂമികളല്ല. തെറ്റുപറ്റിയേക്കാം. ഓർക്ക് തെറ്റുപറ്റിന് ബോധ്യപ്പെട്ടാലോ അത് നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ ഷാഫി ഇമാം പറഞ്ഞു, സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയൽ എനിക്കിഷ്ടമില്ല. വഅക്റഹു, ഞാനത് വെറുക്കുന്നു എന്നാണ് ഇമാം ഷാഫിന്റെ പ്രയോഗം. ഞാനത് വെറുക്കുന്നു. നമ്മളെല്ലാ പള്ളിക്കും സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ പറയണില്ലേ? അതെന്തേ കാര്യം? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ആ പറഞ്ഞതിൽ ഇമാം ഷാഫിക്ക് അബദ്ധം പറ്റി എന്ന് ശേഷമുള്ളവർ പറഞ്ഞു. നമ്മൾ കണ്ടുപിടിച്ചതല്ല. ഇമാം ഷാഫി പറഞ്ഞ അബദ്ധം നമ്മളൊക്കെ പാടെ കൂടി ആലോചിച്ചുണ്ടാക്കിയെന്നല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അന്ന് പറഞ്ഞ അത് പറയാൻ കാരണം അദ്ദേഹം നബിതങ്ങളിൽ നിന്ന് ബാങ്ക് റിപ്പോർട്ട് ചെയ്തു വന്ന ഒരു ഹദീസിലും ഞാനിത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയൽ സുന്നത്തില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നബിന് വന്നിട്ടുണ്ട്, ഹദീസിലുണ്ട്. ആ ഹദീസ് ഇമാം ഷാഫി കിട്ടിയിട്ടില്ല എന്നുള്ളൂ. അപ്പൊ കിട്ടിയ ഇമാമിങ്ങൾ പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല, അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതാ ഇന്ന ഹദീസ്, ആ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്നു. ഖലാസ്, എന്താ ചെയ്യാം? ഇനി ഹദീസ് എടുക്കാം. ഇനി ഹദീസ് എടുക്കാൻ ഇനി മറ്റു നോക്കാൻ ആവശ്യമില്ല. മാലിക് ഇമാം പറഞ്ഞു, ശവ്വാല് 6 നോമ്പ് സുന്നത്തില്ല. ശവ്വാല് 6 നോമ്പ് സുന്നത്തില്ല. അത് ബിദ്അത്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മളാരും ആ നോമ്പ് ഒഴിവാക്കുന്നുണ്ടോ? അദ്ദേഹം 2 കാരണമാ പറഞ്ഞു. ഒന്ന്, ശവ്വാൽ 6 നോമ്പ് നോക്കാൻ പറയുന്ന സ്വഹീഹായ ഹദീസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. 2, ഞാൻ കണ്ട പണ്ഡിതന്മാരാരും ആ നോമ്പ് നോൽക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം മാലിക് മദീനക്കാരനാണ്. അദ്ദേഹം കണ്ട പണ്ഡിതന്മാരാരും അങ്ങനെ നോമ്പ് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ നോമ്പ് സുന്നത്തില്ല, ബിദ്അത്താകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നബി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇമാം മാലിക് പറഞ്ഞത് ശരിയല്ല. ഈ 2 ന്യായവും ശരിയല്ല. ഒന്ന് ഹദീസുണ്ട്, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, റമളാനിൽ നോമ്പെടുക്കുകയും അതിനെ തുടർന്ന് ശവ്വാലിൽ 6 എണ്ണവും എടുത്താൽ വർഷം മുഴുവൻ നോമ്പ് നോറ്റ പോലെയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. ഇമാം മാലിക്കിന്റെ ന്യായം നബിതങ്ങൾ പറഞ്ഞതായി സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. മറുപടി സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ന്യായം പൊളിഞ്ഞു. രണ്ടാമത്തെ ന്യായം എന്താ? ഞാൻ കണ്ട പണ്ഡിതന്മാരാരും അത് നോക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിന് ഇമാം നബിയുടെ മറുപടി, സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആര് ചെയ്തില്ല നോക്കേണ്ടതില്ല. സ്ഥിരപ്പെട്ട് കഴിഞ്ഞ സുന്നത്ത്, സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ലം തകുൻ ലിതുത്രക ലിതർകി ബഅലിൻ നാസി ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹാ. ഒരു സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ഒഴിവാക്കിയല്ലോ എന്ന പേരിൽ ആ സുന്നത്ത് ഒഴിവാക്കാൻ പറ്റൂല. ഭൂരിപക്ഷം ആളും ഒഴിവാക്കിയാലും ഒഴിവാക്കാൻ പറ്റൂല. ഔ കുല്ലിഹിം ലഹാ, എല്ലാവരും ഒഴിവാക്കിയാലും ശരി ഹദീസ് ഒഴിവാക്കാൻ പറ്റൂല. ആ 2 ന്യായവും ശരിയല്ല. അപ്പൊ സുന്നത്തിലുണ്ടോ, ആരൊക്കെ ചെയ്തിട്ടില്ല നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി സുന്നത്തുണ്ടോ, അത് ശരിയായ ആളുകൾ അല്ലാത്ത ചെയ്യുന്നുണ്ട്, എന്നാലും പ്രശ്നമാക്കണ്ടാണ്. ഉദാഹരണമായി ഖബർ ഒരു ചാൺ ഉയർത്തൽ സുന്നത്താണ്. എല്ലാവരുടെ ഖബറും ഒരു ചാൺ ഉയർത്തിയിട്ട് പിന്നെ അതിന്റെ മേൽഭാഗം കൂർപ്പിക്കുകയാണോ വേണ്ടത്, പരത്താണോ വേണ്ടത് എന്ന് ചർച്ച ഉണ്ട്. നബിയുടെ ഖബർ ഒരു ചാൺ ഉയർത്തുകയും മേൽഭാഗം കൂർപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാം. റഅയ്തു ഖബറൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസന്നമ.
നബിയുടെ ഖബറ് മേൽഭാഗം കൂർപ്പിച്ചതായി ഞാൻ കണ്ടു എന്നാണ്. ഒരു ചാണ ഉയർത്തിയിട്ട് ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുക മേൽഭാഗം. പക്ഷേ ഷിയാക്കൾ ഒരു കാലഘട്ടത്തിൽ അത് അവരുടെ അടയാളമാക്കി സ്വീകരിച്ചു. ഷിയാ ഖബറാണ് അറിയാൻ വേണ്ടി അവർ സ്വീകരിച്ച അടയാളമായിരുന്നു ഓന ഖബറൊക്കെ കൂർപ്പിച്ചേക്കും. അപ്പോൾ ചില ഇമാമിങ്ങൾ പറഞ്ഞു നമ്മളെ ഖബർ കൂർപ്പിക്കേണ്ട, പരത്തുക. കാരണം കൂർപ്പിച്ചാൽ പിന്നൊരുത്തം വരുമ്പോൾ ഖബർ കണ്ടാൽ അപ്പോൾ ഷിയൻ്റെ ഖബറാന്ന് വിചാരിക്കുമല്ലോ. അതുകൊണ്ട് പിൽക്കാലത്ത് ഫിഖ് കിതാബിൽ കാണാം നമ്മൾ പരത്താണ് നല്ലത്. കാരണം കൂർപ്പിക്കൽ ഷിയാക്കളുടെ അടയാളമാകുന്നു. നബി ഇമാം റഹിമത്തുള്ളാഹി പറഞ്ഞു, ഹദീസ് സ്ഥിരപ്പെട്ടൊരു കാര്യം ആരടയാളമാക്കിയാലും വേണ്ടില്ല, അത് ഓൾക്ക് വിട്ടുകൊടുക്കണ്ടെന്ന് ഹദീസ് വന്നല്ലോ. ഇനി ഓൻ അടയാളാക്കിയിരുന്ന ഓർത്തോട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം രണ്ട് വശവും ആരും ചെയ്തില്ല എന്നാലും ഒഴിവാക്കാൻ പറ്റൂല. അഹ്ലുസുന്നക്ക് എതിരായി ഓൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഓനെ അവിടെ ഒഴിഞ്ഞൊടുക്കാൻ പറ്റുമോ? അതും പറ്റൂല. ഹദീസാണ് അടിസ്ഥാനം, ഖുർആനാണ് അടിസ്ഥാനം. അതാ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളെ സ്വഹാബിമാർ, താബിഉകൾ, തബഉ താബികളൊക്കെ എങ്ങനെ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിക്കുക. അതാ മൻഹജു സലഫ്. അതൊന്നും വേണ്ട, നമുക്കത് നോക്കണ്ട, അങ്ങനെ മൻഹജു സലഫ് ഒന്നും വേണ്ട. നമ്മളെ ബുദ്ധി മതി, നമ്മുടെ യുക്തി മതി ചിലർ പറഞ്ഞപ്പോൾ അത് ചില പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെ പറഞ്ഞ നിങ്ങൾ ഭിന്നിച്ചില്ലേ, നിങ്ങൾ 2 ഗ്രൂപ്പായില്ലേ 3 ഗ്രൂപ്പായില്ലേ, ഇതാണ് കാരണം. പറഞ്ഞില്ല. ആ റൂട്ട് ചില വിട്ടിട്ട് അവരാണ് ബുദ്ധിയും യുക്തിയും വെച്ച് ദീനിനെ അളക്കാൻ നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടിരുന്നു. സംസം വെള്ളം ബർക്കത്തില്ല എന്ന് ഉത്തം പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഹജ്ജ് അസ്വദ് മഹത്വമില്ലെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും. അജ്മകാരക്ക് മഹത്വമില്ലെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും. ഓന് വേണ്ടി സ്വീകരിക്കണ്ട. പക്ഷേ അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്കെതിരാണ്, അത് അനുഭവത്തിനെതിരാന്ന് ഉത്തം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമേ ആ ഹദീസ് ഒഴിവാക്കാൻ പറ്റൂല. ഇതാണ് അടിസ്ഥാനം. അല്ലാതെ അക്ഷരപൂജ നമുക്കില്ല, യുക്തി അടിസ്ഥാനമാക്കി മതം സ്വീകരിക്കലുമില്ല. അള്ളാഹു പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ സമിഅനാ വ അത്വഅനാ, കേട്ടു അനുസരിച്ചു. ഈ നിലപാടിന് മുസ്ലിം ഉമ്മത്ത് വഴിമാറിപ്പോയപ്പോഴാണ് തിരുത്തലായി, ജിഹാദായി ഇവിടെ സംഘമുണ്ടായത്. അതാണ് മുജാഹിദ് എന്ന പേര് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫമൻ ജാഹദഹും ബിയദിഹി, കൈ കൊണ്ടുള്ള ജിഹാദ്, നാവ് കൊണ്ടുള്ള ജിഹാദ്, കൽബ് കൊണ്ടുള്ള ജിഹാദ്. ആ ഹദീസിൽ നിന്നാണ് മുജാഹിദ് എന്ന പേര് പോലും ആദ്യകാലത്ത് പണ്ഡിതന്മാർ സ്വീകരിച്ചത്. ആ പേരിട്ടിട്ട് ജിഹാദ് ചെയ്യാഞ്ഞാലോ ആ ഹദീസ് ഓനവാദകാവും. ഞാൻ മുജാഹിദാന്ന് പറഞ്ഞു, ഒരു ജിഹാദിന് പോലില്ല. അപ്പോൾ യഖൂലൂന മാ ലാ യഫ്അലൂൻ, ചെയ്യാത്ത കാര്യം പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞത് ഓനവാദകാവും. മെമ്പർഷിപ്പിലോട് മാത്രം മുജാഹിദാവുന്നില്ല. സംഘടന മെമ്പർഷിപ്പ് ഉണ്ട്, ശാഖാ സെക്രട്ടറിയാണ്, മണ്ഡലം പ്രസിഡന്റാണ്, അതോടെ മാത്രം മുജാഹിദാവുന്നില്ല. ഈ ദൗത്യം ഏറ്റെടുക്കുക, അത് നിർവഹിക്കുക, അതാണ് ജിഹാദ്. അത് വ്യത്യസ്ത പേരുകൾ സ്വീകരിച്ച് നാട്ടിൽ നിയമം സ്വീകരിച്ച് പോന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഉണ്ടാവും, നാട്ടിൽ പ്രവർത്തിക്കുന്നത് വേണം. അത് ഐക്യസംഘമായും മുജാഹിദ് പ്രസ്ഥാനമായും ഇസ്ലാഹി പ്രസ്ഥാനമായൊക്കെ അറിയപ്പെട്ടത് അതിന് വ്യത്യസ്ത ദൗത്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. ഇസ്ലാഹ് എന്നാൽ നന്നാക്കുക എന്നാണ്, കേടുവന്ന് നന്നാക്കുക, റിപ്പയറിങ്, അതാ ഇസ്ലാഹ്. വിശ്വാസരംഗത്ത് പോരായ്മ വരുമ്പോൾ നന്നാക്കി കൊടുക്കുക, കർമ്മരംഗത്ത് പോരായ്മ കാണുമ്പോൾ അത് ശരിയാക്കുക, അതാ ഇസ്ലാഹ്. അത് ത്യാഗം ചെയ്യണം, ജിഹാദ് വേണം, അതാ മുജാഹിദ്. ആ ത്യാഗം, ആ പരിശ്രമം, ആ റിപ്പയറിങ് ഹിക്മത്തോടു കൂടിയാവണം. ബിൽ ഹിക്മത്തി വൽ മൗഇള, ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇള. ഹിക്മത്തോടു കൂടിയാണ്, തത്വദീക്ഷയോട് കൂടിയാണ്, അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. ഹിക്മ, അതാണ് വിസ്ഡം, അൽ ഹിക്മ. ആ ഒരു തത്വം സ്വീകരിച്ചുകൊണ്ടാണ് അത് ജംഇയ്യത്തുൽ ഹിക്മ എന്ന പേര് നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, അവിടെയൊക്കെ കേവലം പേരുകൊണ്ടോ കേവലം രജിസ്ട്രേഷൻ കൊണ്ടോ കേവലമായ അവകാശവാദം കൊണ്ടോ ശരിയാവില്ല. അത് ആ നിലയ്ക്ക് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റണം. അപ്പോഴേ നമ്മളതിൻ്റെ ആളുകളായി മാറുകയുള്ളൂ. അങ്ങനെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി ജീവിതത്തെ ക്രമീകരിക്കുക, അവനാണ് സാക്ഷാൽ മുസ്ലിം, അവനാണ് അഹ്ലുസുന്ന വൽ ജമാഅയിൽപ്പെട്ടവൻ, ഓനാണ് സാക്ഷാൽ സുന്നി. ഓനെ വിശ്വാസം ഈ പറഞ്ഞ പോലെ ക്രമീകരിക്കണം. അപ്പോൾ ശിർക്കില്ല, റബ്ബല്ലാത്ത ഒരാളിലേക്ക് മനസ്സ് പോകുന്നില്ല, റബ്ബല്ലാത്ത ഒരാളും തേടുന്നില്ല, ഒരു പടപ്പിനോടും തേട്ടമില്ല, ഒരു ജാളത്തിലേക്കും യാത്രയില്ല, ഒരു സിദ്ധനും വേണ്ട, ബീബിയും വേണ്ട, ഹോജയും വേണ്ട, തങ്ങളും വേണ്ട. ആ വക ഒന്നിലേക്കും തൻ്റെ ആശ്രയമായി കാണുന്നില്ല. മുറാദ് ഹാസിലാവാൻ, ജോലി ശരിയാവാൻ, അതേപോലെ രോഗം ശിഫിയാകാൻ, കടം വീടിക്കിട്ടാൻ ഒന്നും ഒരു പടപ്പിനെയും ആശ്രയിക്കുന്നില്ല, പടച്ച റബ്ബിനെ മാത്രം.
ആ റബ്ബിനെ അറിയുക, അവിടെ നാമങ്ങൾ അറിയുക, വിശേഷങ്ങൾ അറിയുക, അള്ളാഹിനെ അറിയുക, വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചക വചനങ്ങളിൽ നിന്ന് റബ്ബിനെ മനസ്സിലാക്കുക, അഖീദ പഠിക്കുക. നമ്മുടെ ഇവിടെ വിസ്തം പള്ളിയിൽ അഖീദ ക്ലാസ് ഉണ്ട് എല്ലാ തിങ്കളാഴ്ചയും പരിവേഷം. എന്താണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് പഠിപ്പിക്കണം, കിതാബ് അടിസ്ഥാനമാക്കിയിട്ട് മുൻഗാമികൾ പഠിപ്പിച്ച അധ്യാപനത്തെ എടുത്തു തിരിച്ചുകൊണ്ട് ആ ബേസിൽ നിന്നുകൊണ്ട് ശരിയായ വിശ്വാസം എന്താണ് എന്ന് ആയത്തും ഹദീസും അടിസ്ഥാനമാക്കി പഠിപ്പിക്കുന്ന ക്ലാസ് എല്ലാ തിങ്കളാഴ്ചയും മഗ്‌രിബ് മുതൽ ഇശാ വരെ പറ്റുന്ന ആളുകൾക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുക. റെക്കോർഡുണ്ട്, അത് നമ്മളെ വിസ്തം മലപ്പുറം എന്ന ലിങ്ക് വഴി അത് പ്രക്ഷേപണം ചെയ്യാറുമുണ്ട്. ഫിസിക്ക് വരാൻ പറ്റാത്തവന് അങ്ങനെയും കേൾക്കാൻ സൗകര്യമുണ്ട്. വിശ്വാസങ്ങളെ പഠിക്കുക. അല്ലാഹ് സമീ എന്ന് പറയാം. എന്താ സമീ, എന്താ ബസീർ, എന്താ അലീം, എന്താ അല്ലാഹനെ പറ്റി വിശ്വസിക്കേണ്ടത്, എന്താ ഖലാ ഖദർ, എന്താ തൗഹീദ്, എന്താ ശിർക്ക്, ഇതൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അതോടൊപ്പം സുന്നത്തുകളെ സുന്നത്തായി തന്നെ മനസ്സിലാക്കുക, ബിദ്അത്തുകളെ ബിദ്അത്തായി തന്നെ മനസ്സിലാക്കുക. നാട്ടിലുള്ള പലതും സുന്നത്താണെന്നാണ് പേര്, പക്ഷേ സുന്നത്തല്ല, ഒക്കെ പിൽക്കാലത്ത് വന്നതാണ്. ഒരുപാട് ദിക്റുകൾ, ഒരുപാട് സ്വലാത്തുകൾ, വ്യത്യസ്തമായ പാഠങ്ങൾ, വ്യത്യസ്തമായ നിസ്കാരം, നോമ്പ് അടക്കമുള്ളവ എല്ലാം വ്യാജമായി പിൽക്കാലത്ത് കെട്ടിച്ചമച്ച് മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നതാണ്. ബറാത്ത് നോമ്പും മിറാജ് നോമ്പും പോലെ നോമ്പുകൾ, 96 നോമ്പ് അടക്കമുള്ള കാര്യങ്ങൾ പിൽക്കാലത്ത് വന്നവയാണ്. അതേപോലെ നാരിയാ സ്വലാത്ത്, കമാലിയാ സ്വലാത്ത്, താജു സ്വലാത്ത്, കൻസുൽ അർശ്, അതുപോലെ ബദരിയത്തുൽ ഹംസയ്യത്ത്, സലാമത്തുൽ ഈമാൻ അടക്കമുള്ള ഒട്ടനവധി പാട്ടും ബെയ്ത്തുകളുമുണ്ട്. മാലപ്പാട്ടുകൾ, മൗലീദുകൾ, റാത്തീബുകൾ, അവയിലൊക്കെ വ്യത്യസ്തമായ വകകൾ. ഇതൊക്കെ എവിടുന്ന് കിട്ടിവെച്ചാൽ പിൽക്കാലത്തുണ്ടായതാണ്. നബി ഞങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. സ്വഹാബികളെ ചൊല്ലിയോ? ഇല്ല. താബിഈങ്ങൾക്ക് അറിയുമോ? ഇല്ല. ഒക്കെ പിൽക്കാലത്ത് വന്നതാണ്. ഹിജ്റ 700 ജീവിച്ച അബൂ ഹയ്യാൻ അൽ ഉൻദുലുസി റഹിമഹുല്ലാഹ് എഴുതിയ തഫ്സീറുണ്ട്, തഫ്സീർ ബഹ്റുൽ മുഹീത്ത്. വിശുദ്ധ ഖുർആന്റെ തഫ്സീറാണ്. 700 കൊല്ലം മുമ്പ് എഴുതപ്പെട്ടതാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. ആ ആളുകളെ പ്രത്യേകത മതം വിറ്റ് ജീവിക്കുന്നവരാണ്, അധ്വാനിക്കാൻ തയ്യാറില്ല. അവർ പ്രത്യേകമായ വേഷമാണ് അവർ സ്വീകരിക്കുന്നത്. ആളുകൾക്ക് ആ വേഷം കണ്ടാൽ ഇതൊക്കെ വലിയ മുന്തിയ നല്ല മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവർ പള്ളിയിൽ തന്നെ കൂടുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായ സ്ഥലത്ത് പോയി കൂടുന്നു. ആളുകൾ അവരെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ അവരെ വന്നിട്ട് കൈമുത്തുന്നു, അവർക്ക് സംഭാവന കൊടുക്കുന്നു, നേർച്ച തേടുന്നു. ഈ ആളുകളെ പണി എന്താ? ലം യഅതി ബിഹാ കിതാബുൻ മുനസ്സൽ വലാ നബിയ്യും മുർസൽ. ആ ആളുകളുടെ പണി അവർ കുറേ ദിക്റുണ്ടാക്കി കൊടുക്കും. ആളുകൾക്ക്, ജനങ്ങൾക്ക് അവർ ദിക്റുണ്ടാക്കി കൊടുക്കുന്നു. ലം യഅതി ബിഹാ കിതാബുൻ മുനസ്സൽ. ആ ദിക്റ് അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഇറക്കിയ ഒരു കിതാബിലും കാണാത്ത ദിക്റാണ്. വലാ നബിയ്യും മുർസൽ. അല്ലാഹ് അയച്ച ഒരൊറ്റ നബിയും ചൊല്ലാത്ത ദിക്റാണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള എല്ലാ അമ്പിയാക്കളും പരിശോധിച്ചാൽ ഒറ്റ നബിയും ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവില്ല. ഖുർആനും തൗറാത്തും ഇൻജീലും സബൂറും അടക്കമുള്ള ഏത് വേദഗ്രന്ഥം പരിശോധിച്ചാലും ആ വേദഗ്രന്ഥത്തിലൊന്നും ആ കിതാബിലൊന്നും ഈ ദിക്ർ ഉണ്ടാകൂല. സുഹുഫ് ഇബ്രാഹിം വ മൂസ എന്ന് പറഞ്ഞ ഏടുകൾ, അതിൽ ഈ ദിക്ർ ഉണ്ടാകൂല. അവിടെ ഒന്നുമില്ലാത്ത ദിക്ർ ഉണ്ടാക്കി കൊടുക്കുക. അതിൽപ്പെട്ട കുത്തുബിയ്യത്ത്, അതിൽപ്പെട്ട റാത്തീബ്, അതിൽപ്പെട്ട മുഹീദ്ദീമാല, അതിൽപ്പെട്ട മൗലീദുകൾ, അതിൽപ്പെട്ട കൻസുൽ അർശ്, അതിൽപ്പെട്ട ഹംസയ്യത്തുൽ ബദരിയ്യ, അതിൽപ്പെട്ട സലാമത്തുൽ ഈമാൻ. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കി വിട്ടതാണ്. അല്ലാതെ നബി തങ്ങൾക്ക് പരിചയമുള്ളതല്ല, സ്വഹാബത്തിന് പരിചയമുള്ളതല്ല, താബിഈങ്ങൾക്ക് പരിചയമുള്ളതല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും, ഷാഫി ഇമാമിന് പോലും പരിചയമുള്ളതല്ല. പിൽക്കാലത്ത് വ്യാജമായി ആരൊക്കെയോ ഉണ്ടാക്കി കച്ചവട ഉദ്ദേശത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി ഉമ്മത്തിലേക്ക് പ്രചരിപ്പിച്ചു വിട്ട പാട്ടും ബെയ്ത്തുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. 333 വക, 555 വക തുടങ്ങിയ 5001 വക വരെയുള്ള ഏടുകൾ, അതൊക്കെ ഓരോരുത്തരുടെ വക ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഓരോന്നിനും ഓരോ ദിക്റ്, കടം വീട്ടാൻ ഇത് മതി, തീപ്പൊള്ളലേറ്റ അത് മതി, മുറാദ് ഹാസിലാവാൻ ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് ഓരോരുത്തരുണ്ടാക്കി 10 വട്ടം 30 വട്ടം 100 വട്ടം 1000 വട്ടം എന്നിട്ട് ഓരോരുത്തരുണ്ടാക്കി കൊടുക്കുക. കുറേ ത്വരീഖത്തുകൾ, ഖാദിരിയ്യ, റിഫാഇയ്യ, നഖ്ശബന്ദിയ്യ, സുഹ്റവർദിയ്യ, ഹൈദറൂസിയ്യ തുടങ്ങി 1000ഓളം വരുന്ന ത്വരീഖത്തുകൾ. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ആരുണ്ടാക്കി? പിൽക്കാലത്ത് ഓരോരുത്തരുണ്ടാക്കിയ. അതിനൊക്കെ പ്രത്യേകമായ ദിക്റുകൾ, അതിനൊക്കെ പ്രത്യേകമായ ഔറാദുകൾ, ശൈഖും മുരീദും എന്ന സങ്കല്പങ്ങൾ, ഇതൊക്കെ
ഇങ്ങനെ വ്യാജമായി മതത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് കെട്ടിച്ചമച്ചു പ്രചരിപ്പിക്കപ്പെട്ട പുത്തനാശയങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് ഓർക്കുക, യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. ചെയ്യാത്ത കാര്യമാണ് അവർ പറയുക, കൽപ്പനയില്ലാത്ത കാര്യമാണ് അവർ ചെയ്യുക. എല്ലാ അമ്പിയാക്കളുടെയും ഉമ്മത്ത് തലമുറകൾ മാറിപ്പോകുമ്പോൾ സംഭവിച്ച അപജയമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചതെന്താ? രണ്ടു കാര്യം. യഖൂലൂന മാ ലാ യഫ്അലൂൻ, ചെയ്യാത്ത കാര്യം പറയും. വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടാത്ത കാര്യം പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളൊരു 1000 കാര്യം ലിസ്റ്റ് ചെയ്യും. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നവരെ നമ്മൾ ചെയ്യുന്ന 1000 കാര്യങ്ങൾ, വേണ്ട 100 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റിൽ ഏതൊക്കെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, ഏതൊക്കെ സ്വഹാബിക്ക് പരിചയമുള്ളത്, ഏതൊക്കെ അല്ലാത്തത് എന്നിങ്ങനെ പരിശോധിച്ചിട്ട് ടിക്കിട്ടാൽ മതി. 90% അല്ലെങ്കിൽ 80% വ്യാജമായിരിക്കും. നബിക്ക് പരിചയം ഉണ്ടാവില്ല, സ്വഹാബിക്ക് പരിചയം ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരും പിൽക്കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച പല കെട്ടുകഥകളും പല പാട്ടും പെയ്ത്തുകളും ഒക്കെയാണ് എന്ന് കാണാൻ പ്രയാസമൊന്നുമില്ല. അതല്ല ദീന്. നബി തങ്ങൾ പറഞ്ഞത് ആ അവസ്ഥയ്ക്ക് എത്തിയാൽ അവരുമായി ജിഹാദ് ചെയ്യണം എന്ന്. ഉമ്മത്തെ തലമുറകൾ മാറി മാറി വന്ന് ഈ ലെവലിലേക്ക് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയാൽ അവരുമായി ജിഹാദ് ചെയ്യുക. കൈ കൊണ്ട്, നാവ് കൊണ്ട്, കൽബ് കൊണ്ട് ജിഹാദ് ചെയ്യുക. അവിടെയാണ് സമൂഹമേ നമ്മളിപ്പോൾ ഉള്ളത്. ആളുകൾ അങ്ങേയറ്റം ബഹുദൂരം പിറകോട്ട് പോയി. കുറേ ആൾ ഖാദിരിയ, മറ്റൊരു ഇഫാഴിയ, രക്ഷബന്ധിയ, സുഹ്റവർദിയ, ത്വരീഖത്ത്, ഇബ്ൻ തസവുഫ്, അങ്ങനെ തുടങ്ങി ഓരോരോ പേരിട്ടുകൊണ്ട് ഏത് ബിദ്അത്തും ഏത് ഖുറാഫാത്തും ഏത് ശിർക്കും സ്വീകരിക്കാവുന്ന നിലവാരത്തേക്ക് മുസ്ലിം ഉമ്മത്ത് മാറി. ഹറാമുകൾ, തോന്നിവാസങ്ങൾ മറുഭാഗത്ത് പറയുകയും വേണ്ട. മദ്യപാനം വ്യാപകം, പലിശ വ്യാപകം, എല്ലാ മയക്കുമരുന്നും വ്യാപകമാണ്, എല്ലാ തട്ടിപ്പും വെട്ടിപ്പും വ്യാപകമാണ്, കൈക്കൂലിയും ചതിയും വഞ്ചനയും വ്യാപകമാണ്. എല്ലാ തോന്നിവാസങ്ങളും, ലൈംഗിക അശ്ലീലതകൾ മുതൽ എല്ലാ തോന്നിവാസങ്ങളും വ്യാപകമാണ്. എല്ലാ ഇരുട്ടുകളും കുമിഞ്ഞുകൂടിയ അന്ധകാരങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലിശ പ്രശ്നമല്ല, പലിശ ഇല്ലാത്ത മനുഷ്യന്മാർ കുറവാണ്. മിക്കവാറും വീടുകളുടെ ആധാരങ്ങളൊക്കെ ബാങ്കിലാണ്. മിക്കവാറും വീടുകൾ, അതിന് സുന്നി മുജാഹിദും വ്യത്യാസമൊന്നുമില്ല. മിക്കവാറും മനുഷ്യന്മാരുടെ വീടുകളുടെ ആധാരങ്ങൾ പണയത്തിലാണ്, ലോൺ എടുത്തതാണ്, എന്തിനും ഏതിനും ലോണ് വാങ്ങുകയാണ്, മാസാമാസം പലിശ കൊടുക്കുകയാണ്, മക്കളെ പഠിപ്പിക്കാൻ പലിശ വാങ്ങുന്നു, ചികിത്സിക്കാൻ പലിശക്ക് പണമെടുക്കുന്നു, വീടുണ്ടാക്കാൻ പലിശക്ക് പണമെടുക്കുന്നു, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ലോൺ എടുക്കുന്നു, മാസാമാസം പലിശ കൊടുക്കുന്നു. യാതൊരു ഗൗരവവും ആ പലിശക്കില്ല. അതേപോലെ കൈക്കൂലി വ്യാപകമാണ്. പേര് മുസ്ലിം എന്നാണ്, നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്, മതബോധമുള്ളവനെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കൈക്കൂലി വാങ്ങുകയാണ്, കൊള്ളലാഭം ഉണ്ടാക്കുകയാണ്, സ്ത്രീധനം വ്യാപകമാണ്, എല്ലാ തോന്നിവാസങ്ങളും വ്യാപകമാണ്. മൊബൈൽ ഫോണിൽ അശ്ലീലമായതാ കാണുന്നത്, എല്ലാ അനാവശ്യങ്ങളും കാണുകയാണ്. ലൈംഗികമായ രംഗത്ത് ഒരു വിശുദ്ധിയുമില്ല, തോന്നിവാസങ്ങൾ കൊണ്ട് നിബിഡമാണ്. സ്വയംഭോഗം മുതൽ, സ്വവർഗരതി മുതൽ, അശ്ലീലമായ കാഴ്ചകൾ മുതൽ എല്ലാ അനാവശ്യങ്ങളെയും പിന്നാലെ മുസ്ലിം ഉമ്മത്തുണ്ട്. സഹോദരന്മാരെ, ഒരു മാറ്റം വേണ്ട. കള്ളും കഞ്ചാവും മറ്റു ലഹരികളും പറയേണ്ടതുമില്ല. വ്യത്യസ്തമായ പേരിട്ടുകൊണ്ട് അവയുടെ പിന്നാലെ പോകുന്നു. ആണും പെണ്ണും ഒന്നിച്ച് തുള്ളിച്ചാടുന്ന വിവാഹങ്ങൾ, ആഭാസങ്ങൾ മുസ്ലിം ഉമ്മത്തിന് വ്യാപകമായി വരുന്നു. കല്യാണങ്ങൾക്ക് പോകാൻ പോലും വയ്യാത്ത അവസ്ഥ, വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ആഭാസങ്ങളാണ്, ഗാനമേളയാണ്, വലിയ വലിയ മ്യൂസിക്കുകളാണ്. ആണും പെണ്ണും ഒന്നിച്ച് ആർത്താടുകയാണ്. സഹോദരങ്ങളെ, എന്തു സംസ്കാരമാണിത്? മാതാപിതാക്കളെ പരിഗണിക്കുന്നില്ല, മക്കളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ഭാര്യഭർത്താക്കൾ തമ്മിൽ കമ്മിറ്റ്മെന്റ് ഇല്ല. ത്വലാഖുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നിസ്സാരമായ കാര്യങ്ങൾക്ക് ത്വലാഖ് വാങ്ങിപ്പോകുന്ന ആളുകൾ. ഭാര്യയ്ക്ക് ഭർത്താവ് ഭാരമായി മാറുന്നു, ഭർത്താവിന് ഭാര്യ ഭാരമായി മാറുന്നു, മക്കൾ ഭാരമായി മാറുന്നു, അബോർഷൻ വർദ്ധിക്കുന്നു, അഥവാ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. മാതാപിതാക്കളെ വേസ്റ്റായി തള്ളിക്കളഞ്ഞ് സ്വന്തം സൗകര്യം നോക്കി ഫ്ലാറ്റുകളിലേക്ക് പോയി തൽക്കാലം രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന പുതിയ തലമുറകൾ. ആരും ആരെയും വകവെക്കാത്ത, ഒരാളെയും പേടിക്കാത്ത, ഒരാൾ പറഞ്ഞാലും പാലിക്കാത്ത, അംഗീകരിക്കാത്ത വല്ലാത്ത ദുരന്തത്തിലേക്കാണ് ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് അനാവശ്യമില്ലാത്തത്, എന്ത് തോന്നിയാസമില്ലാത്തത്? കളവ് പറയാൻ ഒരു മടിയുമില്ല, വഞ്ചിക്കാനും മടിയില്ല, ആർക്കും പാരവെക്കാനും മടിയില്ല. അങ്ങനെയായി മാറിയല്ല. സ്ഥാനമാനങ്ങൾ, മോഹങ്ങൾ, അധികാരങ്ങൾ, സമ്പത്തുകൾ, ദുനിയാവിൻ്റെ പിന്നാലെയാണ് എല്ലാവരും പോകുന്നത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖ.
അല്ല പറഞ്ഞല്ലോ, നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, പ്രാമുഖ്യം നൽകുന്നത് ദുനിയാവിനാണ്, ഐഹികമായ ജീവിതത്തിലാണ്. എന്നാൽ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ഖൈറായത്, അതാണ് എന്നും ബാക്കിയാകുന്നത്. ദുനിയാവ് ബാക്കിയാവുകയില്ല, അവശേഷിക്കയില്ല. നാളെ നേരം പുലരുമ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ യാതൊരു ഉറപ്പുമില്ല. ഈ സംസാരം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ അവസാന വാക്കുകൾ കൂടി പറഞ്ഞു നിർത്താൻ കഴിയുമോ, അതിന് മുമ്പ് തന്നെ മരിച്ചു വീഴുമോ യാതൊരു ഉറപ്പുമില്ല. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമോ ഇല്ലേ ഉറപ്പില്ല. നമുക്ക് വേണ്ടി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇല്ലേ യാതൊരു ഉറപ്പുമില്ല. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, യഖൂലു ഇബ്നു ആദമ മാലി മാലി, മനുഷ്യർ പറയുന്നു എൻ്റെ ധനം എൻ്റെ ധനം. പക്ഷേ നിൻ്റേതെന്ന് പറയാൻ 3 എണ്ണമല്ലാതെ മറ്റെന്താണുള്ളത്? നമ്മുടേത് പറയാൻ 3 എണ്ണേ ഉള്ളൂ. ഒന്ന് ഇല്ലാമാ ലബിസ്ത ഫഅബ്ലൈത, ഉടുത്ത് കീറിപ്പോയ വസ്ത്രം നമ്മുടേതായി. ഈ ഇട്ട ഷർട്ട് എൻ്റെതാണോ ചോദിച്ചാൽ ഇപ്പം എൻ്റെതാണ്. ഞാനിന്ന് മരിച്ചാൽ ആ മയ്യത്ത് സംസ്കരിച്ച് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഈ കുപ്പായൊക്കെ എല്ലാം എടുത്ത് തിരുമ്പി തേച്ച് ഇസ്തിരിട്ടിട്ട് റെഡിയാക്കിയിട്ട് വെക്കും. ഇതാർക്കേട് കൊടുക്കരുതെന്ന് പറയും. സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ, ചങ്ങായിമാരെങ്കിലും ഉണ്ടോ, വാങ്ങാൻ പറ്റാതെ ഉണ്ടോ, ഇനി പരി വെച്ചിട്ട് കാണില്ല, അത് കൊടുക്കുക. എന്തേ കാര്യം? അപ്പം നമ്മളത് മാത്രമല്ല, പകുതി ഞാൻ ഉപയോഗിച്ചു, പകുതി പിന്നെ മറ്റോ ഉപയോഗിച്ചു. 18 വയസ്സിൽ മരിച്ചൊരു കുട്ടിയുടെ എല്ലാ ഡ്രസ്സും കൂടി ഉമ്മയും ബാപ്പയും പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചു. ഇത് ജാമ്യയിൽ കുട്ടിയാക്കി കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. എടുക്കാത്ത വസ്ത്രം, ഉപയോഗിക്കാത്ത വസ്ത്രം, പുതിയ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് പാക്കറ്റിൽ പോലും പൊളിക്കാത്ത വിലയിലുണ്ട്. ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൂട്ടിയാണ്. ചെരുപ്പുണ്ട്, ഉപയോഗിക്കാത്ത ചെരുപ്പുണ്ട്, ഫ്രഷ് ഷൂ ഉണ്ട്, വാങ്ങിയിട്ട് ഇട്ടിട്ടില്ല. എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചല്ല ഇവിടെ ഏൽപ്പിച്ച് പോകാം, ആർക്കും കൊടുക്കാൻ പറ്റുമെന്ന്. ആ ഉമ്മയും ബാപ്പയും കരഞ്ഞുകൊണ്ടാണ് വന്നത്. നമ്മൾ കൊണ്ടുപോയി നമ്മളെ പല കുട്ടികൾ വാങ്ങി ഉപയോഗിക്കുന്നു. നബി ഞങ്ങൾ പറഞ്ഞു, നീ ധരിച്ച് കീറിപ്പോയ വസ്ത്രമാണ് നിന്റെ വസ്ത്രം, അല്ലാത്തത് സ്വന്തമെന്ന് പറയാനായിട്ടില്ല. ഔ അകൽത ഫഅംളൈത, അല്ലെങ്കിൽ തിന്നുകഴിഞ്ഞ വസ്ത്രം, തിന്നുകഴിഞ്ഞ ഭക്ഷണം നിൻ്റേതാണ്. തിന്നാൻ വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം തിന്നോ ഇല്ലേ ഒരു ഉറപ്പില്ല. നമ്മളൊക്കെ വീട്ടിൽ ഫുഡുണ്ട്, വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ ചെല്ലാൻ, അവിടെ ഭക്ഷണം തയ്യാറാണ്. പക്ഷേ ആ ഭക്ഷണം കഴിക്കുമോ ഇല്ലേ ഒരു ഉറപ്പില്ല. നമ്മുടെ നാട് മരിച്ചാൽ പിന്നെ ആ ഭക്ഷണം വേറെ അയൽവാസികളോ കുടുംബക്കാരോ മറ്റാരെങ്കിലും കഴിച്ചു പോകും, നമ്മൾ കഴിക്കൂല. തിന്ന് വയറ്റിക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാം നമ്മളുതായി. ഔ തസദ്ദഖ്ത ഫഅംളൈത, അല്ലെങ്കിൽ സ്വതക്ക ചെയ്തു മാറ്റിവെച്ചത്, സ്വതക്ക ചെയ്തു മാറ്റിവെച്ചത് ഇപ്പൊ കീശയിലെ പണം ഇപ്പൊ തൽക്കാലം എൻ്റേതാണ്. ഞാനിന്ന് മരിച്ചാൽ ആ പണത്തിന് പോലും അവകാശികൾ മാറി. പിന്നെ ഓരിക്കണം, ഭാര്യയ്ക്കിത്ര, മക്കൾക്കിത്ര, അത് ആണിനിത്ര, പെണ്ണിനിത്ര, ഉമ്മാക്കിത്ര, വാപ്പാക്കിത്ര എന്ന് പറഞ്ഞ ആരൊക്കെയാണ് അവകാശികളുള്ളത് അവർക്കെല്ലാം ഓഹരി വെക്കണം. കീശയിലുള്ള 500 രൂപ നോട്ട് പോലും ഓഹരി വെച്ച് പോകാനുള്ളതാണ്. സ്വതക്ക ചെയ്താണ് മാറ്റിച്ചാലോ അതാരും ഓരിക്കൂല, അത് നമുക്ക് തന്നെയാണ്. ഈ 3 എണ്ണമല്ലാതെ മറ്റെന്താണ് മനുഷ്യ നിൻ്റേതെന്ന് പറയാൻ നിനക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത ലക്ഷ്യം മനസ്സിലാക്കി പരലോകത്ത് സ്വർഗം കിട്ടണം, അതിനുവേണ്ടിയാകണം ഈ ദുന്യാവിലെ ജീവിതം. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം എന്നത് വഞ്ചനാ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഈ ചതിയിൽ പെട്ടുപോകേണ്ടതില്ല. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഒരുപാട് ആൾ ജയിച്ചു, ഒരാൾ തോറ്റു. ജയിച്ചോരെ സത്യപ്രതിജ്ഞ കഴിഞ്ഞോ? ഇല്ല. സത്യപ്രതിജ്ഞ വരെ അവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ടാകുമോ? ഒരു ഉറപ്പില്ല. എത്ര പൈസ ചെലവാക്കി, എത്ര സമയം ചെലവഴിച്ചു, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം കളിയും, എന്തെല്ലാം പാരയും, എന്തെല്ലാം വേണ്ടാവൃത്തിയും പലരും ചെയ്തു. എന്തിനാണ്? ഒരു MLA ആയി കിട്ടാൻ. പക്ഷെ സത്യപ്രതിജ്ഞ വരെ ജീവിച്ചിരിപ്പുണ്ടാകുമോ? ഒരു ഉറപ്പില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. ഇലക്ഷൻ്റെ അന്ന് മരിച്ച 2 മരണ വാർത്ത, ഒന്ന് പുളിക്കൽ, മറ്റൊന്ന് കണ്ണൂർ. പുളിക്കലാണ് ക്യൂ നിന്ന് ബൂത്തിനുള്ളിൽ കയറി ഐഡന്റിറ്റി കാർഡ് കൊടുത്തു, വെരിഫൈ ചെയ്തു, കയ്യിൽ മഷി പുരട്ടി
വോട്ട് ചെയ്യാൻ വേണ്ടി മെഷീനിക്ക് പോയി, മെഷീനിക്ക് എത്തിയില്ല, അതിനും മരിച്ചു വീണു. കണ്ണൂരത്തെ ആള് ക്യൂ നിൽക്കുമ്പോൾ മരിച്ചു വീണു. ക്യൂവിലാണ് അവിടെ തളർന്നാണ് വീട് മരിച്ചിട്ട്. ഇതാണ് അവസ്ഥ. ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ജയിക്കണം, എനിക്ക് മന്ത്രിയാവണം, എനിക്ക് MLA ആകണം എന്ന് വിചാരിച്ച് പോയിട്ട് അത് ഉണ്ടാവില്ലേ? ഉറപ്പൊന്നുമില്ല. ദുനിയാവ് അങ്ങനെയാണ്. ഒരു വീടുണ്ടാക്കും വലിയ പ്രതീക്ഷയാ നമുക്ക്, ആ വീട്ടിൽ നമ്മൾ താമസിക്കോ ഇല്ലേ? ഉറപ്പില്ല. ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങളാ, ആ വണ്ടി യാത്ര ചെയ്യുമോ ഇല്ലേ? പറയാൻ കഴിയില്ല. ഒരു പുതിയ പറമ്പ് വാങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, പക്ഷേ ആ പറമ്പ് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലേ? ഉറപ്പില്ല. അതാ കവി പറഞ്ഞത്, വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ ആശ ഹീനം മിന ദഹരി. എത്രയെത്ര രോഗികളാണ് ഒരുപാട് കാലം പിന്നെയും ജീവിച്ചത്. എത്രയെത്ര ആരോഗ്യമുള്ളവരാണ് ഒരു അസുഖവുമില്ലാതെ മരണപ്പെട്ടു പോയത്. ഒരു മനുഷ്യൻ നേരം പുലർന്നു വരുന്നു, വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവൻ്റെ കഫൻ തുണികൾ പോലും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും, അവൻ അറിയുന്നില്ല. നമ്മളെ കഫൻ തുണി റെഡിയായി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ കടയിലെ ടെക്സ്റ്റൈൽസിലെ അടുത്ത സെറ്റൊരു പക്ഷേ നമുക്ക് വേണ്ടി ആയിരിക്കാം, നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ പോവുക, നാളേക്ക് പ്ലാന്, മറ്റന്നാൾക്ക് പ്ലാൻ, അടുത്ത ആഴ്ച പ്ലാന്, അടുത്ത മാസത്തേക്ക് പ്ലാന്, ഒന്നും ഒഴിവില്ല, ഒന്നിനും ഒഴിവില്ല, ഫുൾ ടൈറ്റാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ കഫൻ തുണി പോലും ഇവിടെ നെയ്തു വെച്ച് റെഡിയാക്കി പാക്ക് ചെയ്ത് തൊട്ടടുത്ത കടയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഖബർ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. മലക്കുൽ മൗത്ത് വന്നു നോക്കി പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ജീവിത ലക്ഷ്യം തിരിച്ചറിയണം. എന്തിനാ ജീവിക്കുന്നത്? വീട് വെക്കാനല്ല, സമ്പാദിക്കാനല്ല, സ്ഥാനമാനങ്ങൾക്കല്ല. എന്നാൽ ഇതൊക്കെ വേണ്ടേ? അതൊക്കെ വേണം. അതൊന്നും ലക്ഷ്യമല്ല. വീട് വേണം, സമ്പാദ്യം വേണം, ജോലി വേണം, അധ്വാനിക്കണം. ഇതൊന്നും ലക്ഷ്യമല്ല. ലക്ഷ്യം പരലോകമാണ്, ലക്ഷ്യം സ്വർഗപ്രവേശനമാണ്, ലക്ഷ്യം നരകമോക്ഷമാണ്. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായ ഒരു പുനർവിചിന്തനം ഞാനും നിങ്ങളുമൊക്കെ നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സംസാരം ഒന്നാമതായി ഞാൻ നടത്തുന്നത് എനിക്ക് വേണ്ടിയാണ്, ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടി. നമ്മൾക്ക് ആത്മാർത്ഥമായി ആലോചിക്കുക, എന്താ എൻ്റെ അവസ്ഥ, എന്താ എൻ്റെ വിശ്വാസം, എന്താ എൻ്റെ സ്വഭാവം, എന്താ എൻ്റെ സംസ്കാരം, എൻ്റെ ആ രീതി ശരിയല്ല, എൻ്റെ ഈ സ്വഭാവം ശരി. നമ്മളെപ്പറ്റി ആലോചിച്ചാൽ മതി. നമ്മളെപ്പറ്റി ആലോചിക്കുക, നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട് നമുക്ക് മനസ്സിലാവും. അതൊക്കെ എഡിറ്റ് ചെയ്യണം, തിരുത്തണം. വല്ലാത്ത ദേഷ്യമാണ്, ബാക്കിയൊക്കെ കുഴപ്പമില്ല. നിർത്തിക്കാളി, നിർത്താൻ നമ്മളല്ലേ, നിർത്താൻ നമ്മൾ തന്നെയല്ലേ വാറാനുണ്ടാവുക. നമ്മുടെ ദേഷ്യം ഇല്ലാതാക്കാൻ വാറാക്കാൻ പറ്റില്ല, നമുക്കേ പറ്റും. മുൻകോപമാണ്, വേണ്ട, അത് നല്ല സ്വഭാവമല്ല. എന്തിനും എടുത്തു ചാടി എവിടെയും പോയി വർത്താനം പറഞ്ഞിട്ട് ആകെ കച്ചറ ഉണ്ടാക്കുകയാണ്. നമ്മൾ നിർത്തിയാൽ മതി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാവാനുള്ള വഴിയാണ് തർക്കുഹു മാ ലാ യഅനീഹി, ആവശ്യമില്ലാത്തത് ഒഴിവാക്കാൻ. നാട്ടിൽ കൂടെ നടക്കണ എല്ലാത്തിനും നമ്മൾ ഇടപെടണമെന്നില്ല, എല്ലാത്തിനും അഭിപ്രായം പറയണമെന്നില്ല. ആരെവിടെ എന്ത് കണ്ടാലും അവിടേക്ക് നമ്മൾ പോയി ഒരു എന്തെന്ന് ഇടപെട്ടോളുന്ന അങ്ങനൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് ചെയ്താൽ മതി, അല്ലാത്ത ചെയ്യണ്ട. ലക്ഷ്യം സ്വർഗമാണ്, ലക്ഷ്യം പരലോക വിജയമാണ്. ദുന്യാവ് അങ്ങനെ കഴിഞ്ഞു പോകും. അത് നമ്മൾ മരിച്ചാൽ നമ്മളെ കുട്ടികളെ ഏറ്റെടുക്കും, അത്ര ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്നും സംഭവിക്കൂല, നമ്മൾ മരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കൂല. ഫിറഔന് മരിച്ചു, വല്ലുണ്ടായോ? ഖാറൂൻ മരിച്ചു, വല്ലുണ്ടായോ? അബൂലഹബ് മരിച്ചു, വല്ലുണ്ടായോ? അബൂജഹൽ മരിച്ചു, വല്ലുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. വലിയ വലിയ ലോകത്തെ ഒന്നാകെ വിറപ്പിച്ച വലിയ വലിയ ഭരണാധികാരികൾ മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മളോട് മരിക്കും, ഒന്നും സംഭവിക്കാൻ പോണില്ല. ചിലപ്പോൾ നമ്മളെ ഭാര്യയെ വേറൊരുത്തും കെട്ടിക്കൊണ്ടുപോകും, നമ്മളെ വീട് വേറെ താമസിക്കും, നമ്മളെ മക്കൾ മറ്റു പല വഴിക്കും ജീവിക്കും, നമ്മളെ കട അത് വേറെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോകും. അത്രയും വേറൊന്നും ഉണ്ടാവില്ല. നമുക്ക് തോന്നുക ഞാനില്ല, ഞാൻ അതൊന്നും നടക്കില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മളില്ലെങ്കിലും എല്ലാം നടക്കും. നമ്മളൊന്നുമല്ല, നമ്മൾ ദുർബലന്മാരാണ്, ഒന്നിനും കഴിയാത്തവരാണ്. ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ ലേശം കിബർ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതാണ് മാറ്റിവെച്ച് വിനയാന്വിതരായി ജീവിക്കുക. തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ഔന്നിത്യം ആഗ്രഹിക്കാത്ത, ഫസാദ് ആഗ്രഹിക്കാത്ത മനുഷ്യന്മാർക്കാണ് അല്ലാഹ് സ്വർഗ്ഗം നിശ്ചയിച്ചത്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന
ഭൂമിയിൽ വിനയാന്വിതരായി താഴ്മയോടെ നടക്കുന്ന ആളുകൾ അവരാണ് ഇബാദുർ റഹ്മാൻ, റബ്ബിൻ്റെ അടിമകൾ, അല്ലാഹുവിൻ്റെ റഹ്മാൻ്റെ അടിമകൾ. അതിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പര്യവസാനം അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ ഉറച്ചു നിന്ന് തഖ്വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും, സമ്പത്തിൽ, സന്താനങ്ങളിൽ, ആരോഗ്യത്തിൽ എല്ലാം അല്ലാഹു തആല അവൻ്റെ ബറക്കത്ത് നമ്മിതെല്ലാം വർഷിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന അനേകായിരം മനുഷ്യന്മാർ, അവർക്കെല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പശ്ചിമേഷ്യയിൽ എല്ലാം ഒരുപാട് വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന അനേക ലക്ഷം മനുഷ്യന്മാരുണ്ട്. ഒരുപാട് കെടുതികൾ അനുഭവിക്കുന്നവർ, എല്ലാം തകർന്ന തരിപ്പണമായ ആളുകൾ, ഫലസ്തീനിലും ഒസൈലും അടക്കമുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന എമ്പാടും ആളുകൾ, അവർക്കെല്ലാം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്ത് ദുനിയാവെന്ന് പോകേണ്ടി വന്നാലും ഈമാനോടെ മരിക്കുന്ന മുത്തഖീകൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.